ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്ത് 2025 ജൂൺ മാസം 9 യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തക പഠന പരമ്പരയുടെ 72ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ സങ്കീർണമായി എഴുതപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തെ 4 സുവിശേഷങ്ങളോടുള്ള ബന്ധത്തിൽ നാം ചിന്തിപ്പാട്ടിടയാത്തന്നു. അതിനൊരു വ്യക്തത നമുക്ക് ലഭിപ്പാട്ടിടയാത്തന്നു. തുറന്നുള്ള പഠനത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. കർത്താവ് ഉയർത്തിനു ശേഷമായി മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ദൈവത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വളരെ ആധികാരികതയുണ്ട്. ക്രൂശിൽ മരിച്ച ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വളരെ വ്യക്തമായി 4 സുവിശേഷങ്ങളായി സംഭവങ്ങളുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ക്രമമായി പഠിച്ചപ്പോൾ നമുക്ക് ആ സന്ദർഭങ്ങളുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ദൈവം സഹായിച്ചു. ഇത് രാത്രിയെ തുടർന്നുള്ള ഭാഗത്തേക്ക് നാം ചിന്തിക്കുന്നത്. എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ പുനരുത്ഥാനത്തെ അന്ന് തന്നെ തമസ്കരിക്കുവാൻ, അതിനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി യഹൂദന്മാർ, മഹാപുരോഹിതന്മാർ അടക്കം, കാരണം മഹാപുരോഹിതന്മാർ അന്നായിട്ടുള്ള മഹാപുരോഹിതൻ സദൂക്യ വംശത്തിൽപ്പെട്ടവരായിരുന്നു. സദൂക്യ വംശർ ഒരിക്കലും പുനരുത്ഥാനത്തെക്കുറിച്ച് അംഗീകരിക്കുന്നവരല്ല. അവർ ജീവൻ പോയാൽ സമ്മതിക്കുന്നതല്ല. പരീശന്മാർ, ദൂതന്മാരും പുനരുത്ഥാനം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാറ്. എന്നാൽ സദൂക്യ പക്ഷത്തുള്ളവർ ഒരിക്കലും ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് അവർ അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ചിലർ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് വാദിക്കുന്ന പോലെ തന്നെ അന്നും ഈ വളരെയധികം ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നൊരു കൂട്ടമായിരുന്നു സദൂക്യപക്ഷം. അന്നത്തെ മഹാപുരോഹിതൻ സദൂക്യനായതുകൊണ്ട് അവരുടേതായിട്ടുള്ള പഠിപ്പിക്കലിന് ഒരു വിഘാതം വരാതിരിക്കാൻ വേണ്ടി എന്ത് പണം കൊടുത്താണെങ്കിലും ആ വിഷയം അവർ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അവർ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിപ്പാട്ടിടയാത്തത്. അതിന് യഹൂദ കഥകൾ നാം പറയും. കഥകൾ യഹൂദന്മാർ മെനഞ്ഞുണ്ടാക്കിയ കഥ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നടന്നില്ല, അവൻ്റെ ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയി എന്ന് അവിടെ കാവൽ നിന്ന പടയാളികളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയാണ്, കള്ളസാക്ഷ്യം പറയിപ്പിക്കുകയാണ്. അതായത് 28-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നു, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. വസ്തുത നാടുവാഴുടെ സന്നിധാനത്തെത്തി, എങ്കിലും ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത സമയത്ത് ഒരു സൈഡിൽ, ഒരു ഭാഗത്ത് സുവിശേഷത്തിൻ്റെ ജീവന്റെ വാസന പരക്കുമ്പോൾ, മറുഭാഗത്ത് ഇരുളിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശത്രു അവൻ പരാജയപ്പെട്ടുവെങ്കിലും അവൻ നീക്കപ്പെടാത്തതുകൊണ്ട്, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാത്തതുകൊണ്ട്, അവൻ പരാജയം ഏറ്റവനാണെങ്കിലും ലജ്ജയില്ലാത്തവനായതുകൊണ്ട് പിന്നെയും ക്രിസ്തുവിൻ്റെ നാമത്തിനെതിരെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തിനെതിരെയും അവൻ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം കഥകൾ അന്ന് മുതലുണ്ട്. അന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇന്ന് എത്രമാത്രം കഥകളുണ്ടാകും. അപ്പോൾ അതേക്കുറിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഈ ഒരു വിഷയം പൗലോസ് ക്രേത്തയിലുള്ള തീത്തോസിന് താൻ ലേഖനം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എവിടെ യഹൂദന്മാർ ചെന്നാലും അവർ ഈ യേശുവിൻ്റെ നാമം എന്നുള്ള കേൾക്കുമ്പോഴേ അവർ പറയും അവൻ ഉയർത്തതിലെ കള്ളന്മാരാണ്, അവൻ മരിച്ചു എന്ന് പറഞ്ഞ് അടക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഉയർത്തിരുന്നിട്ട് പറഞ്ഞുകൊണ്ട് അവർ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ പരത്തുന്ന പുനരുത്ഥാന കഥകൾ വിശ്വസിക്കരുതെന്ന് പറയുന്ന കഥയാണ് കള്ളക്കഥകൾ. അപ്പോൾ ക്രേത്തയിൽ അത് സംബന്ധമായിട്ടുള്ള കഥകൾ അവിടെ പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കുന്നതിന് അവരെ കഠിനമായി ശാസിക്കുക. അപ്പോൾ വിശ്വാസ ആരോഗ്യമുണ്ടാകണമെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയണം. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മളെ വിശ്വാസ ആരോഗ്യമുള്ളവരായി തീർക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തിന് ആഹാരം, നമ്മൾ വേണ്ടതായ ആഹാരം നമ്മൾ കഴിക്കണം. ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ബലം കിട്ടത്തില്ല. അതിന് വേണ്ട പ്രോട്ടീൻ, എല്ലാ കലോറികളും ഒക്കെ ലഭിച്ചെങ്കിലേ ശരീരം പ്രവർത്തിക്കുള്ളൂ. അതിന് നമ്മൾ ഭൂമിയിലെ ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നു.
അതിലൂടെ പറയുന്നത് വിശ്വാസത്തിൽ ആരോഗ്യമുള്ള തീരണമെങ്കിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ എപ്പോഴും ധ്യാനിക്കേണ്ടത്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തേണ്ട ക്രിസ്തുവിനെ ധ്യാനിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്യാപ്സ്യൂൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസം വർദ്ധിക്കാനുള്ള മെഡിസിൻ എന്താണെന്ന് ചോദിച്ചാൽ മരണത്തെ ജയിച്ചു വന്നിട്ട് ക്രിസ്തുവിനെ നാം ഓർക്കുക, അവൻ്റെ പുനരുത്ഥാന ശക്തി പ്രാപിക്കുക, നാം ആരോഗ്യമുള്ളവരായിത്തീരും. അപ്പോൾ വിശ്വാസത്തിൽ അനുദിനം നമുക്ക് എങ്ങനെ ആരോഗ്യമുള്ളവരായിത്തീരാം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ പാട്ടുകളും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും ക്രിസ്തു യേശു മരണത്തെ ജയിച്ചിട്ട് അവൻ ജയാളിയാണെന്നുള്ള ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലായിരിക്കണം നാം എപ്പോഴും നിൽക്കേണ്ടത്. അതാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ സാധിക്കും. അവർ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരെ വിളിച്ച് അവരെ ആക്കിയത് നിങ്ങൾ എൻ്റെ പുനരുത്ഥാന സാക്ഷികളാകാനാണ് പറഞ്ഞത്. അന്ന് വരെയുള്ള പലതിനും സാക്ഷ്യമുണ്ടായിരുന്നു. ന്യായപ്രമാണ സാക്ഷ്യം ഉണ്ടായിരുന്നു. അവരൊക്കെ സാക്ഷ്യം പറഞ്ഞത് അബ്രഹാം പറഞ്ഞ കാര്യങ്ങൾ, മോശ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞ് അതെല്ലാം ലിഖിതമായ നിയമങ്ങളും നിർജീവങ്ങളുമായിരുന്നു. ആ സാക്ഷ്യങ്ങൾക്കൊക്കെ ജീവൻ വളരെ ഇല്ലായിരുന്നു, ജീവനില്ലാത്തതായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സാക്ഷ്യം ജീവൻ്റെ സാക്ഷ്യമാണ്. അത് മരണത്തെ ജയിച്ചതിൻ്റെ സാക്ഷ്യമാണ്. അത് നമ്മൾ എവിടെ പ്രസ്താവിച്ചാലും നമ്മളൊന്നും അറിയത്തില്ലെങ്കിലും യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം ഉറക്കെ പ്രസ്താവിച്ചാൽ മതി. അവിടെ ഒരു ശക്തിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. എല്ലാ നുണകളും എല്ലാ ശക്തികളും മാറിപ്പോകും. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഭവനത്തിൽ പോകുമ്പോൾ, അവിശ്വാസികൾ വീട്ടിൽ പോകുമ്പോൾ, അവിടെ നിൽക്കേണ്ടി വരുമ്പോൾ, താമസിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ നാം പ്രാർത്ഥിച്ചാൽ അവിടെ വ്യാപരിക്കുന്നവർ പോലും നമ്മളെ അടുക്കാൻ പറ്റത്തില്ല. ഇതാണ് യഹൂദ കഥകളെ, കള്ളക്കഥകളെയും നുണകളെയും ഒക്കെ മാറ്റാൻ ശക്തിയുള്ളത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമ്മൾ ആ പുനരുത്ഥാന ശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്നത്. അതിലാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് പോലും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയും. ഏത് രാഷ്ട്രത്തും ഏത് രാജ്യത്തും എവിടെ ചെന്നാലും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കാമെങ്കിൽ, അതിന് സാക്ഷ്യം വഹിക്കാമെങ്കിൽ അവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയും. അതുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ സാക്ഷ്യം എന്നുള്ളത് അവൻ മരണത്തെ, അവൻ പാവങ്ങൾ, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് നാം വിശ്വസിക്കുന്നു. അതാണ് ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം, വിശ്വാസിയുടെ സാക്ഷ്യം അതാണ്. അത് പ്രസ്താവിക്കുന്നതിനെയാണ് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരുന്നത്. ബാക്കി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്നും ഫലപ്രദമായി തീരത്തില്ല. ഞാൻ എൻ്റെ സാക്ഷികൾ എത്ര പ്രസ്താവിച്ചാലും അതിൻ്റെ പരിധിയുണ്ട്. എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയാമെങ്കിൽ അതായിരിക്കും വലിയ വിടുതലിൻ്റെ സാക്ഷ്യം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മൾ സാക്ഷ്യം നൽകണം. ആ പുനരുത്ഥാന സാക്ഷികളായി തരാനാണ് കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത്. നമ്മുടെ സാക്ഷ്യത്തോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം കൂടി പെടുത്തി വേണം നമ്മുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുന്നത്. ആരോഗ്യകരമായ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. നമുക്കറിയാം, നമ്മളൊന്നുമല്ല, നമുക്കൊരു വിടുതൽ കിട്ടിയെങ്കിൽ അതിൻ്റെ പുറകിൽ ക്രിസ്തു യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ആ ശക്തി വ്യാപരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജയമുണ്ടത്. നമ്മുടെ രോഗം മാറിയത്, ക്ഷീണം മാറിയത്, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നത്, നമ്മുടെ ദുഃഖം മാറുന്നത്, നിരാശ മാറുന്നതെല്ലാം ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോഴാണ്, ക്രിസ്തു യേശുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. നമ്മെ താഴ്ത്താൻ വേണ്ടി, നമ്മെ എപ്പോഴും താഴോട്ട് അമർത്താൻ വേണ്ടി, ഉയരാതിരിക്കാൻ വേണ്ടി, തലയുയർത്താതിരിക്കാൻ വേണ്ടി സാത്താൻ വിവിധ ഭാരങ്ങൾ, വിഷയങ്ങൾ വയ്ക്കുമ്പോൾ നാം അതിൽ നിന്ന് അതിജീവിക്കുന്ന കർത്താവിൻ്റെ പുനരുത്ഥാന ശക്തിയാലാണ്. അത് നമ്മളെ ഉയരത്തിലേക്ക് അതിവേഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. ആ ശക്തി കൊണ്ടാണ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തു യേശുവിൻ്റെ പുനരുത്ഥാന ശക്തിയിലായിരിക്കണം നാം അനുദിനം ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അവിടെ പറയുന്ന മറ്റുള്ള യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കുകയാണ് അവരെ കഠിനമായി ശാസിക്കുക. അങ്ങനെ ഇങ്ങനെയുള്ള കഥകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ നമ്മളതിനെ അംഗീകരിക്കരുത്. ചിലർ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ യേശു മരിച്ച വ്യാഴാഴ്ച മരിച്ചെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. അത് അവർക്ക് അതിൻ്റെ കാര്യങ്ങളെ അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളതേക്കുറിച്ച് മനസ്സിലാക്കി. 3 നാളെന്നുള്ളത് ഒരുക്ക നാൾ, ശബത്ത് നാൾ, ഉയർപ്പ് നാളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. 36 മണിക്കൂറാണ് കർത്താവിൻ്റെ ശരീരം കല്ലറയ്ക്കകത്തിരുന്നുള്ളതും അത് 3 രാവും 3 പകലുമാണെന്നൊക്കെ നാം മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഗ്രഹിച്ചെടുത്തു. അപ്പം അതല്ല എന്നുള്ള രീതിയിൽ ഇതിനെ മറ്റൊരു രീതിയിൽ പഠിപ്പിച്ചൊക്കെ വരുമ്പോൾ നമ്മളതിനെ തർജ്ജനം ചെയ്യണം, ശാസിക്കണം. അതങ്ങനെയല്ല, കൃത്യത എന്നാണെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തേണ്ട സാക്ഷ്യം, സത്യം വെളിപ്പെടുത്താനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ദൈവം അതിനെ നമ്മൾക്ക് അതിനുള്ള കൃപ തന്നതിനായി നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. ഈ ഒരു വിഷയം യഹൂദ കഥകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നടന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ചിന്തകളാണ് യഹൂദ കഥകൾ. അല്ലാതെ വേറെ ഇവിടെ പറയുന്ന അമ്മൂമ്മ കഥകളൊന്നും അല്ല അവർ പറഞ്ഞു വരുത്തിയത്. യഹൂദ കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നാട്ടിൽ പറയുന്ന ഏതെങ്കിലും പിള്ളേർക്ക് പറഞ്ഞ കഥകളല്ല. ഈ കഥയെന്ന് പറഞ്ഞാൽ മനുഷ്യ വംശത്തിൻ്റെ ഏറ്റവും അവൻ്റെ
അഭിവൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ, നിത്യതയുടെ ഏറ്റവും വലിയ കാരണമായിരിക്കുന്ന യേശുക്രിസ്തു പുനരുത്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞ് ഫലിപ്പിക്കുന്നതാണ് ഈ യഹൂദ കഥകൾ. അതുകൊണ്ട് അങ്ങനെയുള്ള കഥകളെ നാം കേൾക്കാൻ പാടില്ല. യേശുക്രിസ്തു മാത്രമാണ് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്നത്. ക്രിസ്തു ഒഴികെ വേറെ ആരെങ്കിലും സ്വർഗ്ഗാരോഹണം ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ സ്വർഗ്ഗാരോഹണം ചെയ്തിട്ടില്ല. അവരുടെ ശരീരം ഇപ്പോഴും ഈ ഭൂമി കിടക്കുക. ക്രിസ്തു ഒഴികെ ആരും തന്നെ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. അതൊക്കെ കള്ളക്കഥകളാണ്. അതിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പം അന്ന് അവർ യഹൂദന്മാർ പറഞ്ഞത് യേശുവിൻ്റെ പുനരുത്ഥാനത്തെ അവർ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിൽ ഇന്ന് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. അത് യേശുവിനെ കൂടാതെ യേശുവിൻ്റെ അമ്മ സ്വർഗ്ഗാരോഹണം ചെയ്തെന്നൊക്കെ പറയുന്ന കള്ളക്കഥകളാണ്. അങ്ങനെ ആരും തന്നെ ചെയ്തില്ല. കാരണം അവിടെ മധ്യസ്ഥനായിട്ട് കർത്താവ് മാത്രമേ. അതുപോലെ കർത്താവിനെ കൂടാതെ യേശുവിൻ്റെ അമ്മയും അവിടെ മധ്യസ്ഥയാക്കാൻ വേണ്ടിയാണ് പുനരുത്ഥാനം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിന് വചനത്തിലുള്ള കാര്യമല്ല. അതുകൊണ്ട് ദൈവത്തെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഇപ്പോഴും എല്ലാ മനുഷ്യൻ്റെയും യേശുക്രിസ്തു ഒഴികെ ഒരൊറ്റ മനുഷ്യൻ്റെ ശരീരം പോലും പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. എല്ലാം ഇവിടെ ഭൂമിയിൽ അത് കാത്തിരിക്കുകയാണ്. അവിടെ ആത്മാക്കൾ തികവുള്ള യേശുവിൻ്റെ അമ്മ മറിയുടെ ഒക്കെ ആത്മാക്കൾ വിശ്രമിക്കുന്ന പരദീസ മൂന്നാം സ്വർഗ്ഗത്തിൽ വിശ്രമിക്കുക. ഇപ്പം നിരവധി കഥകൾ ഇപ്രകാരം വന്നു കൂടുമ്പോൾ ആ കഥകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. യേശുക്രിസ്തുവാണ് മരിച്ചതിനുള്ള ആദിഫലം. ഇതുവരെയും അവനല്ലാതെ ഒരൊറ്റ വ്യക്തി പോലും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. യേശുക്രിസ്തുവാണ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുള്ള വചനം വ്യക്തമായി നൽകുന്നു. ഇനി എടുക്കപ്പെടാനുള്ളത് കർത്താവിൻ്റെ മധ്യാകാശ വരെയുള്ള മണവാട്ടി സർവ്വസൃഷ്ടിയുടെ ആദിഫലമായിട്ട് എടുക്കപ്പെടും. അന്നാണ് എല്ലാ വിശുദ്ധന്മാരും, അതായത് കർത്താവിൽ തെളിവ് പ്രാപിച്ച നിർമ്മലകന്യയാകുന്ന അവൻ്റെ മണവാട്ടിയാണ്, അവനോട് ചേരാൻ യോഗ്യത പ്രാപിച്ചിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ, അതുപോലെ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, ശിഷ്യന്മാർ, കർത്താവിന് വേണ്ടി നിന്ന നൂറുമേനിയായി തീർന്ന വിശുദ്ധന്മാർ, ദൈവകൃപയാൽ, കർത്താവിൻ്റെ കരുണയാൽ നമുക്കും ആ പദവിയിലേക്ക് എത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവർ ജീവനോടിരിക്കുന്നപ്പോൾ രൂപാന്തരപ്പെടും. മരിച്ചുപോയവർ പരദീസയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടിരിക്കുന്നു. അവർ കഴിഞ്ഞ 2000 വർഷമായി അവരവിടെ വിശ്രമത്തിലാണ്. എന്നാൽ ഇന്നുവരെയും ആരുടെ ഒരൊറ്റ ശരീരം പോലും ഒരുക്കപ്പെട്ടിട്ടില്ല. തുറക്കപ്പെട്ടൊരു കല്ലറ, അത് യെരുശലേമിലെ കല്ലറയാണ്. ഒറ്റ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കുഞ്ഞാടിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ലോകത്തിൽ അനേക കല്ലറകൾ ആരും അറിയാതെ തുറക്കപ്പെടും. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ശരീരം അവിടുന്ന് പുനരുത്ഥാനം പ്രാപിക്കും. അന്ന് അനേക കല്ലറകൾ തുറക്കപ്പെടുമെന്നുള്ളത് നടക്കപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണ സമയത്ത് ചില കല്ലറകൾ തുറക്കപ്പെട്ടു. അതേക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ തുറക്കപ്പെട്ട കല്ലറ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴും സംശയമായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്, അപ്പോൾ അവരുടെ ശരീരം അത് പ്രത്യക്ഷപ്പെട്ടു. അവർ സാധാരണ ആൾക്കാരായിരുന്നു. ആ കാലത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്തു യേശുവിൻ്റെ സമയത്തുള്ള ആൾക്കാരായിരുന്നു. യേശു ക്രിസ്തുവിൽ വളരെയധികം പ്രത്യാശയോടെ മരിച്ചുപോയ വിശുദ്ധന്മാരുണ്ടായിരുന്നു. അവർ കർത്താവിന് സമകാലികരായിരുന്നു. അവർക്കൊക്കെ അറിയാമായിരുന്നു ലാസറിനെ ഉയർപ്പിച്ചതുപോലെ 4 ദിവസം കഴിഞ്ഞാലും യേശു ഉയർപ്പിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി കണ്ണടച്ച് ഒരുപാട് കർത്താവ് ലാസറിനെ മാത്രമേ ഉയർപ്പിച്ചുള്ളൂ. അപ്പം അന്ന് കർത്താവ് വിശ്വസിച്ച അനേക ലാസർമാരെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരങ്ങൾ അടക്കപ്പെട്ടു. കർത്താവ് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ല. എന്നാൽ യേശുവിൻ്റെ ജീവൻ്റെ ശക്തി ഭൂമിക്ക് താഴേക്ക് പോയപ്പോൾ ആ ശക്തി ആ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലുള്ള ഇങ്ങനെ പ്രത്യാശയോടെ കണ്ണടച്ചവരുടെ ശരീരത്തിന്മേൽ അവരുടെ സ്പർശിച്ചപ്പോൾ അവർ പുനരുത്ഥാനം പ്രാപിച്ചാണ് കല്ലറ വിട്ട് എഴുന്നേൽക്കാൻ ഇടയാറ്റുന്നത്. അത് മറ്റാരുമല്ല. അവർ ആ നഗരത്തിൽ പോയി പലർക്കും പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞു. അവർ സാധാരണ മനുഷ്യരായിട്ട് വീണ്ടും ജീവിച്ച് അവർ വീണ്ടും മരിച്ച് അവരടക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ കല്ലറ അന്ന് തുറക്കപ്പെട്ടെങ്കിലും വീണ്ടും അടയപ്പെട്ടു. അതുകൊണ്ട് ഒരൊറ്റ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടിട്ടുള്ളൂ. അത് തുറന്നു കിടക്കുന്ന കല്ലറ ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രമേ ഉള്ളൂ. ഇവർ തുറക്കപ്പെട്ട് വെളിയിൽ വന്നെങ്കിലും നമുക്ക് ലാസറിൻ്റെ കല്ലറ തുറക്കപ്പെട്ടു. പക്ഷേ തുറക്കപ്പെട്ട കല്ലറ ലാസറിൻ്റെ കല്ലറ അവിടെ കിടപ്പുണ്ട്. പക്ഷേ അവിടെ ഒരു കോമൺ കല്ലറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ യേശുവിൻ്റെ മരണത്തിക്കൽ അവർ കല്ലറകൾ തുറന്ന് വിശുദ്ധന്മാർ വെളിയിൽ വന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കല്ലറ മാത്രമാണ് തുറക്കപ്പെട്ടത് അല്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം, ചിന്തിക്കാം. അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, വേണേൽ ചോദിക്കാം. നമ്മൾ പറയുക ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലല്ലോ. കർത്താവിൻ്റെ മരണ സമയത്ത് കല്ലറകൾ തുറക്കപ്പെട്ടു. അന്ന് വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ച് അവർ പുനരുത്ഥാന ശരീരങ്ങളോടുകൂടി നഗരത്തിൽ പോയി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഒറ്റക്കല്ലറ മാത്രമേ തുറക്കപ്പെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ശരിയാകും എന്നുള്ളത് ചോദിക്കുമ്പോൾ നമുക്കത്
അതിനുള്ള ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലറകൾ മത്തായി 27-ാം അധ്യായം അതിൻ്റെ 52 മുതൽ വാക്യം. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലരും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് അവർ പുറപ്പെട്ടത്. അപ്പോൾ അവരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് ആരാണെന്നുള്ളത്. അപ്പോൾ ഈ കല്ലറ തുറക്കപ്പെട്ട ശേഷമായി അവിടെ കല്ലറ തുറക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവർ സ്വർഗാരോഹണം ചെയ്തെങ്കിൽ അത് ശരിയാകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. എന്നാൽ ഇവർ പലരും ഉയർത്തെഴുന്നേറ്റു അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് അവർ അവിടെ പോയി പലർക്കും പ്രത്യക്ഷം. അവർ സമകാലികരായിരുന്നു. അവർ ലാസറിനെ പോലെ മരിച്ച് അവരായിരുന്നു. യേശുവിൻ്റെ യേശുവിൻ്റെ ജീവൻ ശക്തി വ്യാപരിച്ചപ്പോൾ ഇവരുടെ ആഗ്രഹപ്രകാരം ഇവർ വീണ്ടും ഇവർ എഴുന്നേൽക്കിട്ട് വരും, പുനരുത്ഥാനം പ്രാപിക്കും, അല്ലെങ്കിൽ അവർ ജീവൻ പ്രാപിച്ച് മടങ്ങി വരാമെന്നുള്ള പ്രത്യാശ കണ്ണടച്ചവരായിരുന്നു. അവരാണ് ആ സമയത്ത് അവർ പുനരുത്ഥാനം പ്രാപിച്ചത്. തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന എലീശയുടെ ശരീരം കൊണ്ടുപോയി എലീശയുടെ ശരീരം അടക്കിയ കല്ലറയ്ക്കുള്ളിലേക്ക് ഒരുവിനെ അടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എലീശയുടെ കല്ലറ അടക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷേ പടയാളികൾ വരുന്നത് കണ്ടിട്ട് അവരൊരു ബോഡി എടുത്ത് ഇട്ടിട്ട് പോയത് എലീശയുടെ കല്ലറയിലാണ്. പക്ഷേ എലീശയുടെ ബോഡിയെ സ്പർശിച്ചപ്പോൾ ആ വ്യക്തി ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രവാചകനായിരിക്കുന്ന എലീശയുടെ ശരീരത്തിന്മേൽ മരിച്ചുപോയതിൻ്റെ ശരീരം തൊട്ടപ്പോൾ പുനരുത്ഥാനം പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ നസനായിരിക്കുന്ന ക്രിസ്തു, പുനരുത്ഥാന ശക്തിയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ ശക്തി ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി നീതിയുടെ പാതാളത്തിലുണ്ടായിരുന്ന വിശുദ്ധന്മാരെ വിടുവിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ശക്തി വ്യാപരിച്ച ആ യെരുശലേമിനോട് പ്രാന്തപ്രദേശങ്ങളിൽ കർത്താവിനിൽ വിശ്വസിച്ച് ലാസർ മരിച്ചപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ 4 ദിവസം കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും യേശു വന്നാൽ ഉയർക്കപ്പെടാമെന്ന വിശ്വാസത്തോടെ കണ്ണടച്ച അനേകരുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന പലരും ഉണ്ടായിരുന്നു. ഉയർക്കപ്പെടുന്ന വിശ്വാസത്തോടെ കാത്തിരുന്നു. അവരാണ് ഉയർത്തെഴുന്നേറ്റത്. അവരുടെ കല്ലറകളാണ് തുറന്നത്. അവർ വെളിയിൽ വന്ന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് അവർ വെളിയിൽ വന്നത്. അവർ സാധാരണ ശരീരത്തോടെയാണ് പുനരുത്ഥാനം പ്രാപിച്ചത്. ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ച സ്വർഗീയ ശരീരത്തോടെയാണ്. ഇവർ സാധാരണ ശരീരത്തിൽ ഇവർ ഭൂമിയിൽ തന്നെ ജീവിച്ച് വീണ്ടും അവർ മരിച്ചപ്പോൾ അവിടെ കല്ലറ അടയപ്പെട്ടു. അതുകൊണ്ടാണ് കല്ലറ ഒന്ന് മാത്രം തുറക്കപ്പെട്ടെന്നുള്ളത്. ഇത് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി അത് ക്ലിയർ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വായിച്ചതായാലും പറയുക, നമ്മൾ പ്രസംഗിക്കുക യേശുവിൻ്റെ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യം വായിച്ച് പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു, അവൻ്റെ ശരീരത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധനത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഉത്തരം പറയും? നമ്മുടെ പ്രസംഗം അവിടെ കൊണ്ട് നിന്ന് പോകത്തില്ലേ? നിന്ന് പോകും. പിന്നെ ഇതൊന്നും ആരും ചോദിക്കാത്ത ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേണേൽ ചോദിക്കാം, അവർക്ക് ചോദിച്ചാൽ ഉത്തരം പറയും. നമ്മൾ പറയാം യേശുവിൻ്റെ കല്ലറ മാത്രമേ തുറക്കപ്പെട്ട് കിടക്കുന്നുള്ളൂ. ഈ മത്തായി സുവിശേഷം 27-ാം തീയതി വായിച്ചിട്ട് പറയുക, അന്ന് കല്ലറ തുറന്നല്ലോ. അപ്പോൾ ആ കല്ലറ തുറന്നല്ലേ കിടക്കുന്നത്. അവർ പുനരുത്ഥാനം അവർ എഴുന്നേറ്റില്ലേ? അവർക്ക് അവിടെ എത്ര നമുക്കറിയത്തില്ല, അവരുടെ കല്ലറകൾ എത്രയാണെന്ന് അറിയത്തില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, യേശു ക്രിസ്തു മാത്രമാണ് സ്വർഗീയ ശരീരത്തോടു കൂടി അവൻ സ്വർഗീയനായിരുന്നു പുനരുത്ഥാനം പ്രാപിച്ചത്. അവൻ സ്വർഗാസുഖത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ കർത്താവിൻ്റെ മരണസമയത്തുണ്ടായ ജീവന്റെ ശക്തി ഭൂമിയുടെ അധോഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിച്ച ലാസറിനെ പോലെ മരിച്ചു പോയവർ അവരുടെ ശരീരത്തിൽ ആ ജീവശക്തി വ്യാപരിച്ചപ്പോൾ അവരുടെ ശരീരം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വന്നു. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഇത് വലിയ പ്രാധാന്യത ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് നേരത്തെ ആയിരുന്നെങ്കിൽ വലിയൊരു വിഷയം മാറിയാണ്. കർത്താവ് മരിക്കുന്ന സമയത്ത് ഇവർ പണ്ടുപോയി മരിച്ചുപോയ ആൾക്കാരൊക്കെ അവിടെ വന്നിരുന്നെങ്കിൽ, ജീവനോട് വന്നിരുന്നെങ്കിൽ അത് വലിയൊരു വിഷയം മാറിയാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നടന്ന് യേശു പുനരുത്ഥാനം പ്രാപിച്ചു എന്നുള്ളത് വെളിപ്പെട്ട ശേഷമായി ഈ ഒരു വിഷയത്തിൽ വലിയ പ്രാധാന്യത ഒന്നും വന്നില്ല. എന്നാൽ അവർ സാധാരണ ആൾക്കാരെ പോലെ ജീവിച്ചു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ പ്രാണം വിട്ടാൽ പിന്നെ ഇവിടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുന്ന പുസ്തകത്തിലെ ചില അപൂർവ സംഭവങ്ങൾ എന്ന വിഷയത്തോട് മധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുള്ളവർ വായിച്ച് മനസ്സിലാക്കാം. അതേക്കുറിച്ച് അപൂർവമായ സംഭവങ്ങളാണിത്. അതൊരിക്കലായിട്ട് സംഭവിച്ചതാണ്. എന്നാൽ അവർ വീണ്ടും മരിച്ചുകൊണ്ട് അവിടെ കല്ലറ അടയപ്പെട്ടു. അവിടെ തന്നെ അടയ്ക്കുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ തുറക്കപ്പെട്ടെങ്കിലും ആരെല്ലാം വെളിയിൽ വന്നു അവർ വീണ്ടും മരിച്ചു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഇപ്പോഴത്തെ കല്ലറ നമ്മൾ അടച്ചെന്ന് വെച്ചാലും അത് ആ വിഷയത്തിന് മാറ്റം വരുന്നില്ല. ഇപ്പോൾ തുറന്ന കല്ലറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതൊന്നും അങ്ങനെ തുറന്നിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതിപ്പോൾ നാളെ ബുൾഡോസ് ഒഴിച്ച് തകർത്ത് കളഞ്ഞാൽ കല്ലറ എവിടെ ഇല്ലല്ലോ എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അപ്പോൾ യേശുവിൻ്റെ കല്ലറ മാത്രമേ
മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാസ്വർഗത്തിലേക്ക് പോയിട്ടുള്ളൂ എന്നുള്ളതിനാണ് നമ്മൾ തെളിവ് നിരത്തി നമ്മൾ പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്, മാറ്റമില്ല. എന്നാൽ ഇവിടെ തുറന്ന കല്ലറകൾ ആരായിരുന്നു, അഭിഷിക്തന്മാർ ആരായിരുന്നു എന്നുള്ളതിൻ്റെ സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള നമ്മൾ അതിന് വളരെ സമയത്തോടെ മറുപടി പറയാൻ വേണ്ടി പഠിച്ചിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ മറിയ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയും പുനരുത്ഥാനം പ്രാപിച്ചു എന്ന് ഇത് വെച്ച് വേണമെങ്കിൽ പഠിപ്പിക്കാം. പക്ഷേ എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരൊറ്റ വ്യക്തി പോലും പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിലേക്ക് പോയിട്ടില്ല. യേശു മാത്രമേ പോയിട്ടുള്ളൂ. അവനാണ് പോയിരിക്കുന്നത്. ഇനി പോകാനുള്ളത് അവന് വേണ്ടി വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അവൻ്റെ മണവാട്ടിയാകുന്നവരോട് ചേരുന്നവർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഈ സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ അതിൻ്റെ 19 മുതൽ 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 21-ാം അധ്യായം അതിൻ്റെ 14 വരെയുള്ള വാക്യം ഒരൊറ്റ സംഭവത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു പുനരുത്ഥാനത്തിന് ശേഷമായി 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായതിനെക്കുറിച്ച് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് 3 പ്രാവശ്യമല്ല പ്രത്യക്ഷമായത്. 40 ദിവസം കൊണ്ട് കർത്താവ് പല പ്രാവശ്യം പലർക്കും പ്രത്യക്ഷമായി. മറിയയ്ക്ക് പ്രത്യക്ഷനായി, മറിയയുടെ കൂടെ വന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി, ശിമോന് പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, എമ്മൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതേക്കുറിച്ച് ഞാൻ എടുക്കാൻ പോകുന്നില്ല. അത് വെച്ചാൽ 4 സുവിശേഷങ്ങളെ വിഷയങ്ങൾ പഠിക്കും. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷമായി അവൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യേകം മനസ്സിലാകണം, ഇവിടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ 3 സന്ദർഭങ്ങളുടെ വിവരണമാണ് 20-ാം അധ്യായം 19 മുതൽ 21-ാം അധ്യായം 14 വരെയുള്ള വാക്യം. അത് വായിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം ഭാഗം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. 3 സന്ദർഭങ്ങളിലാണ് ശിഷ്യന്മാർക്ക് ഒരുമിച്ച് അവൻ പ്രത്യക്ഷമായത്. എന്നാൽ ഒരുമിച്ചല്ലാതെ കർത്താവ് പ്രത്യക്ഷമായിട്ടുണ്ട്. മറിയയ്ക്ക് പ്രത്യക്ഷനായി, മറിയയുടെ കൂടെ വന്ന പ്രത്യക്ഷനായി, ശിമോന് പ്രത്യക്ഷനായി, എമ്മൂസിലേക്ക് വേണ്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷം. അങ്ങനെ പ്രത്യക്ഷത്തെക്കുറിച്ച് ഏകദേശം 9 പ്രാവശ്യം നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് വീണ്ടും ദൈവം വെച്ചാൽ 4 സുവിശേഷങ്ങളുടെ വിഷയം പഠിപ്പിക്കാൻ ചിന്തിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ പുനരുത്ഥാനത്തിലുള്ള വിഷയത്തിൽ ഞാൻ പഠിപ്പിക്കാൻ കാരണം ആ വിഷയം സങ്കീർണമായതുകൊണ്ട് അത് എല്ലാവരും മനസ്സിലാക്കിയെടുക്കണം. അതിന് സാക്ഷ്യം പറയേണ്ടവരാണ്. ഇത്തരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് ആരെങ്കിലും വന്നാൽ അതിനെ നമുക്ക് ഉത്തരം പറയാനുള്ളതായ പരിജ്ഞാനം നമ്മുടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പല ചോദ്യങ്ങളായിട്ട് വരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നാം തയ്യാറായിരിക്കണം. അത് എപ്പോഴും ഒരിക്കലും. ഇപ്പം ഞാൻ പറഞ്ഞ ഒരൊറ്റ ചോദ്യം ഇന്നൂടെ ആവർത്തിക്കാം. ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലെ ആ കല്ലറകൾ തുറക്കപ്പെട്ടല്ലോ എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതിന് ഉത്തരം ലഭിച്ചുവെങ്കിൽ ഈ പഠനം കൊണ്ട് വളരെ പ്രയോജനം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. കാരണം നിരവധി ചോദ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ദൈവവചനത്തിലുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ ദിവസത്തിൽ പരിശുദ്ധമായി വെളിപ്പെടുത്തുന്ന സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതേക്കുറിച്ചുള്ള വ്യക്തത ലഭിച്ചതുകൊണ്ട് തുടർന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട 3 സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. ഇത് മാത്രമല്ല, 40 ദിവസം കൊണ്ട് കർത്താവ് 500-ലധികം ആൾക്കാർക്ക് പ്രത്യക്ഷമായെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെയാണ് മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാണ്. അത് ഇനി സംശയം മാറണമെങ്കിൽ 21-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കണം. 14-ാം വാക്യം വായിച്ചിട്ട് വേണം നമ്മൾ ഈ 20-ാം അധ്യായം 19 വാക്യങ്ങൾ വായിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ആധികാരികത മനസ്സിലാകത്തില്ല. 21-ാം അധ്യായം 14 ഇങ്ങനെ വായിച്ചിരിക്കുന്നത്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പം ഈ ഒരു വചനം വായിച്ചിട്ട് വേണം നമ്മൾ 20-ാം അധ്യായം 19 വായിക്കാനായിട്ട്. അപ്പോൾ 3 പ്രാവശ്യം ഞാനത് പറഞ്ഞാലും നിങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാൽ ഈ വചനം വായിച്ചപ്പോൾ തെളിവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, ആ വചനം വായിച്ചപ്പോൾ മനസ്സിലായി ശിഷ്യന്മാർക്ക് ഒരുമിച്ച് ഉള്ള ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് എത്ര പ്രാവശ്യം പ്രത്യക്ഷമായി? 3 പ്രാവശ്യം പ്രത്യക്ഷമായി. അതേക്കുറിച്ചാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗം, ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവന് കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്,
പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഇവിടെ ഈ സന്ദർഭം ഇവിടെ ഇത് വായിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതിനകത്ത് ഒരുപാട് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. പാവമോചന ചീട്ട് എഴുതാനുള്ള അധികാരം ഈ ഒരു വചനം വായിച്ചിട്ടാണ് അവർ എഴുതിയത്. പാവം മോചിക്കാനുള്ള അധികാരമുണ്ടല്ലോ എന്നുള്ള ചിന്ത ഈ വചനം വായിച്ച്, ഞാൻ പറഞ്ഞല്ലോ വചനം വായിച്ചിട്ട് അതിനെ കോട്ടിക്കളഞ്ഞ് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഈ വചനം യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം, കർത്താവിനെ കണ്ട് സന്തോഷിച്ച് യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ടുകൊണ്ട് ഇപ്പോൾ ഈ ഊതി ആരും പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പാടില്ല. പരിശുദ്ധാഭിഷേകം തലയിൽ കൈവച്ചാണ് കൊടുക്കേണ്ടത്, അത് അല്ലാതെ ഊതിയല്ല. യേശു ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തല്ലോ. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഊതി കൊടുത്ത പരിശുദ്ധാഭിഷേകം? ആ സമയത്ത് എന്നാൽ യേശു വന്നപ്പോൾ പന്തിരിയിൽ ഒരു ദീദിമോസ് എന്ന തോമസ് അവരോട് കൂടി ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് തോമസ് ഉൾപ്പെടുന്നില്ല, തോമസ് വന്നിട്ടില്ല. ഈ പലരും സിംഹാസനത്തെ കുറിച്ചൊക്കെ ഒരുപാട് വാദഗതികൾ നടത്തുമ്പോൾ പത്രോസ് സിംഹാസനം തോമസ് സിംഹാസനത്തെ എടുത്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ യേശു ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തപ്പോൾ തോമസിന് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തോമസിന് സിംഹാസനം ശരിയല്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ അവരുടെ വാദഗതിയിലേക്ക് വേണ്ടി പറയുന്നത്. ഇവിടെ ഊതി കൊടുത്തതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ഇവര് പരിശുദ്ധാത്മാഭിഷേകം വരുന്നവരെയും ഏകദേശമുള്ള 40 ദിവസം ഇവർക്ക് നിൽക്കാൻ ആവശ്യമായ ശക്തിയാണ് കർത്താവ് മേൽ ഊതി എന്ന് കൊടുത്തത്. അതൊരു താൽക്കാലികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി കൊടുത്തത് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ തളർന്നു പോകാൻ പാടില്ല, അവരുടെ ഭയം മാറണം. അവർക്ക് പിടിച്ചു നിന്നിട്ട് പോലും അവിടെ ഭയം മാറിയില്ല, അവർ കഥകടച്ചിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവരെ ഊതി യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം എന്നെ ചോദിച്ചു അങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീനെന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ ഒരു സന്ദർഭത്തിലാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഗലീലയിൽ വെച്ച് കർത്താവ് അത് അവർ ചെയ്തതിനെ കുറിച്ചാണ് ഈ 21 മുതലുള്ള വാക്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതേക്കുറിച്ച് ഇപ്പോൾ ഞാനത് പഠിപ്പിക്കുന്നില്ല. പക്ഷെ എങ്കിലും അത് സംശയം മാറ്റിവിടാം. ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷത, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷതയെ കുറിച്ച് വെച്ചാൽ സുവിശേഷങ്ങളിലുള്ള താരതമ്യ പഠനത്തെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ യേശു വിലാപൂർവ്വം അവരെ കാണിച്ചു, കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം. അപ്പം യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. ഇപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾക്ക് സമാധാനം എന്ന് പറയേണ്ട ആവശ്യം 2 സന്ദർഭങ്ങളാണത്, ഒരു സന്ദർഭമല്ല. എന്നാൽ ഇത് ഒരുമിച്ച് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു. ഈ ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 23-ാമത്തെ വാക്യം, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനോട് പറയാം അതിൻ്റെ പാവം യേശു മോചിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് പാപമോചനം കൊടുക്കാൻ പറ്റുമോ? ഈ വചനം വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ശരിയല്ലേ? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പം അതിനകത്ത് ഇപ്പം ഹീബ്രുവോ ഒരു ലാംഗ്വേജ് എടുത്ത് പഠിച്ചാലൊന്നും മാറ്റം വരത്തില്ല. എഴുതിയിരിക്കുന്ന വചനം വെച്ച് വായിച്ചാൽ നമ്മൾ പാപങ്ങളെ ക്ഷമിക്കാനുള്ള അധികാരമുണ്ടെന്നുള്ളതാണ് എൻ്റെ അത് എഴുതിയിരിക്കുന്നത്, അങ്ങനെ വായിക്കുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം അതല്ല. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ ബാക്കിയാണ് ചിന്തിക്കണം, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് എന്നോട് നിങ്ങളോട് ദൈവമക്കളോട് വിശ്വാസികളോട് വ്യക്തിപരമായ രീതിയിൽ ആരെങ്കിലും വല്ലാത്തൊരു ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. ഒരാൾ നമ്മളെ വല്ലാതെ ഉപദ്രവിച്ചു, നമ്മൾ അവരോട് ഈ പാവം നിർത്തണമേ എന്ന് പറഞ്ഞാൽ അത് നിർത്തിയിരിക്കും. അത് വ്യക്തിപരമായ കാര്യം, അല്ലാതെ സാർവത്രികമായിരിക്കുന്ന പാവമോചനമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു സഭയോട് ഉപദ്രവം ചെയ്തു, അവർ പറയുക കർത്താവ് ഈ പാവമൊക്കെ നിർത്തരുതെന്ന് പറഞ്ഞാൽ ദൈവം പാവം കണക്കിടും. അവരോട് ക്ഷമിക്കണമേ എന്നവരോട് ക്ഷമിക്കുക. അതല്ലാതെ പാവമോചനത്തിലുള്ള സ്വാതന്ത്ര്യമല്ല അവിടെ തന്നിരിക്കുന്നത്. നമുക്കാർക്കും പാവങ്ങളെ മോചിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മളോട് ആരെങ്കിലും ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ, വല്ലാതെ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് വല്ലാതെ തകർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം കർത്താവേ, അങ്ങനെ സന്ദർഭം ഞാൻ തെളിയിക്കാം. ആ സന്ദർഭത്തിൽ അത് വ്യക്തിപരമായ കാര്യമാണ്.
അപ്പം അങ്ങനെ ചെയ്താൽ ആ പാപം അവർക്ക് ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. അതാണ് അവിടെ പറഞ്ഞ ഉദ്ദേശം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 60-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 60-ാം വാക്യം. അതല്ലാതെ യേശുക്രിസ്തു അതിനെ കൂടാതെ നമുക്ക് മറ്റുള്ളവരെല്ലാം പാവം മോചിക്കാൻ പറ്റില്ല. പാവം മോചിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഈ പാവമോചനത്തെക്കുറിച്ച് വിഷയം പറഞ്ഞാണ് ദൈവമാണെന്ന് പറഞ്ഞ് യേശുവിനെ ദൈവത്തോട് സമനാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ ഒരിക്കലും പാവമോചിക്കാനുള്ള അധികാരം നമുക്കില്ല, ഒരു മനുഷ്യർക്കുമില്ല. ഒരു സഭാപിതാവിനോ ലോകത്തുള്ള ഒരു അപ്പോസ്തലനോ ഒരു പാസ്റ്റർക്കോ ഒരു പ്രവാചകനോ ആർക്കും ഈ ലോകത്തിലുള്ള ഒരു മത നേതാക്കൾക്കും പാവം മോചിക്കാനുള്ള അധികാരമില്ല. പാവം മോചിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പാവമോചനമില്ല. ലോകത്തിലുള്ള എത്ര വലിയ പ്രവാചകനാണെങ്കിലും, എത്ര വലിയ പാസ്റ്ററാണെങ്കിലും, എത്ര വലിയ അപ്പോസ്റ്റലാണെങ്കിലും, ആരാണെങ്കിലും, ഇനി ഏത് മതത്തിന്റെ നേതാവാണെങ്കിലും ഞാൻ പറയട്ടെ, അവർക്കാർക്കും പാവം മോചിക്കാനുള്ള അധികാരമില്ല. എന്നാൽ ഈ വചനത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് പിശാച് സാത്താൻ അനേകരുടെ ഹൃദയങ്ങൾ അത് കൊടുത്തിട്ട് ഈ വിഷയത്തെ എടുത്ത് പാവമോചനത്തിന്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ദൈവമക്കളൊക്കെ ആ സത്യം തിരിച്ചറിയണം. ആരുടെ പാവങ്ങൾ നിങ്ങൾ മോചിക്കുന്നു എന്ന് ചോദിച്ചത് അപ്പോസ്തല 7-ാം അധ്യായം അതിന്റെ 60-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7-ാം അധ്യായം 60-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനോ സ്തെഫാനോസോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ തിരുപ്രാപിച്ചു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് അവനതിനും പറയാ, കർത്താവ്, ഈ പാപം അവരോട് ഓർക്കണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ആ പാപം അവർ നിർത്തിയിരിക്കും. അതാ പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ ആ പാപം ക്ഷമിച്ചിരിക്കും, നിങ്ങൾ ആരുടെ പാപം നിർത്തുന്നുവോ ആ പാപം നിർത്തിയിരിക്കും. സ്തെഫാനോസ് കല്ലെറിഞ്ഞുകൊണ്ട് വേദനപ്പെട്ട സമയത്ത് അവന് ആ വേദനയുടെ പറയാം, കർത്താവേ, ഈ കല്ലെറിയുന്നവരോട് നീ അവരുടെ പാപം നിർത്തരുത്, നീ അവരുടെ പാപം ക്ഷമിക്കരുതേ എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷമിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ശൗല് ഉൾപ്പെടെയുള്ള, പിന്നീട് പൗലോസ് സാഹിബിന് വിശ്വാസം വരാൻ കഴിയത്തില്ലായിരുന്നു. ശൗല് ഉൾപ്പെടെയുള്ളവരാണ് ഈ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത്. ആ സമയത്ത് ആ മരണവേദനയിൽ അവൻ ജീവൻ വിടുന്ന സമയത്ത് അവൻ പറയുക, ഈ പാപം നീ കണക്കിടണമേ എന്ന് പറഞ്ഞാൽ കണക്കിടുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ശൗൽ ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ താൻ യേശുവിൻ്റെ അതേ മാതൃകയിൽ യേശു മരിച്ചതുപോലെ അവനും പറയുകയാണ്. യേശു ക്രൂശ് മരിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം ആ മാതൃകയിലാണ്. അപ്പൊ കർത്താവ് പറയുക, കർത്താവ് എന്നെ ക്രൂശിയോട്, കർത്താവ് പറഞ്ഞു, എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അധികം പാവമുണ്ടെന്ന് പിലാത്തോസിനോട് പറഞ്ഞു. അവിടെ പാവം നിർത്തിയിട്ടുണ്ട്, പാവം മാറിപ്പോയിട്ടില്ല. എന്നാൽ ക്രൂശിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവോട് പറയുകയാണ്, ആ സമയത്ത് കർത്താവ് പറഞ്ഞു, ഇവർ എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് അതിവേദനയിൽ അവരോട് ദൈവത്തോട് പറയാനിടയാത്തത്. അതുകൊണ്ടാണ് പിന്നീട് കൊർന്നേല്യോസിനൊക്കെ വിശ്വാസം വരാൻ ഇടയാത്തത്. ഇപ്പം കർത്താവ് അവിടെ അവരുടെ പാവം നിർത്തിയിരുന്നെങ്കിൽ അവർക്ക് ആർക്കും വിശ്വാസം വരാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ആ സന്ദർഭം, ഞാൻ പറഞ്ഞൊരു പ്രത്യേക സന്ദർഭത്തിൽ വ്യക്തിപരമായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയേ ഈ വചനം ഉപയോഗിക്കാവുള്ളൂ. അതല്ലാതെ ഒരിക്കലും സാർവത്രികമായിട്ടുള്ള പാപക്ഷമയ്ക്ക് വേണ്ടി ആർക്കും പാപം ക്ഷമിക്കാനുള്ള അധികാരമില്ല. എന്നാൽ എന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും വല്ലാത്തൊരു ദ്രോഹം ചെയ്ത് നമ്മളെ ഉപദ്രവിച്ച്, ഞാൻ പറഞ്ഞല്ലോ, സ്തെഫാനോസിന് മരിക്കുന്ന സമയത്ത് അവൻ്റെ പ്രാണവേദനയിൽ അവൻ പറഞ്ഞത്, ഈ പാപം അവർക്ക് നിർത്തരുതേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു, ആരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഈ അർത്ഥത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. മറ്റൊരർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയാൽ അത് പൈശാചിക വഞ്ചനയാണ്, ദൈവത്തിന് വിരുദ്ധമാണ്. യേശുവിനല്ലാതെ, അവൻ്റെ നാമത്തിലാതെ പാപമോചനത്തിന് അധികാരമില്ല. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമമാണ്. അല്ലാതെ ഇവിടെ ഒറ്റ വ്യക്തിക്ക് പോലും പാപം മോചിക്കാൻ കഴിയത്തില്ല, പാപമോചനത്തിന് ചീട്ട് കൊടുക്കാൻ കഴിയത്തില്ല. പാപം മോചിച്ചു എന്ന് പറയാൻ ഇവിടെയുള്ള ഒരു അപ്പോസ്തലനോ ഇവിടെയുള്ള ഒരു പ്രവാചകനോ ഇവിടെയുള്ള ഒരു വ്യക്തിക്കും ഒരു പാസ്റ്റർക്കോ ഇവിടെയുള്ള ഒരു മത നേതാവിനോ ആരുടെയും പാപങ്ങളെ മോചിപ്പാൻ കഴിയത്തില്ല. എന്നാൽ വ്യക്തിപരമായ സന്ദർഭങ്ങളിൽ ഈ സ്തെഫാനോസിന്റെ സമയത്ത് അതിലുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. കാരണം കർത്താവ് കടന്നു പോകുന്ന പ്രതിസന്ധി വലുതാണ്. ഇവർ ഇറങ്ങിച്ചെല്ലുന്നത്, കർത്താവ് വായിക്കുന്നത്, വലിയ ഒരു ഇരുളി നിറഞ്ഞ ലോകത്തിലേക്ക് തൻ്റെ മക്കളെ ദൈവം അയച്ചിരിക്കുന്നത് ഈ കടിച്ചു കയറാൻ നിൽക്കുന്ന സമൂഹത്തിനിടയില്ല. അവരെ എപ്പം വേണമെങ്കിലും ഹിംസിച്ച് കളയാം, കൊന്നുകളയാം, കല്ലെറിയാം. പക്ഷേ ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ മറ്റുള്ള പാപം നിർത്തുവാനും ക്ഷമിക്കുവാനുള്ള അധികാരം ചെയ്യുന്നത്. സ്തെഫാനോസ് തന്നെ പറയുക, ഇവിടെ പാപം നിർത്തരുത്, ഇവിടെ പാപം ദൈവമേ നിർത്തണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിർത്തിയേനെ. അത് നിർത്തിയിരുന്നെങ്കിൽ ആ ഒരു കൂട്ടത്തിന് മാത്രമാണ്.
അല്ലാതെ എല്ലാവരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്ദർഭം മനസ്സിലായി വിചാരിക്കുന്നു. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തത് 40 ദിവസം കഴിഞ്ഞ് 50-ാം ദിവസം, ഇപ്പോൾ ഏകദേശം 50 ദിവസത്തേക്ക് അവർക്ക് വിശ്വാസം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. അവർക്ക് പാവങ്ങളെ മോചിപ്പാനുള്ള അധികാരം മോചിക്കുന്നു. തന്നിരിക്കുന്നത് അത് വ്യക്തിപരമായ ഇത്തരം സന്ദർഭങ്ങളിലാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ വിഷയം നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാൻ ക്ഷമിക്കുന്നു, എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാധാരണ നമ്മെ തോൽപ്പിക്കുന്ന തന്ത്രങ്ങൾ നാം അറിയാത്തതല്ലോ. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ വല്ലവനോട് ക്ഷമിക്കുന്നതോട് ഞാൻ ക്ഷമിക്കുന്നു. കാരണം വളരെയധികം ക്രിറ്റിസിസം, വളരെ വിവാദം, വളരെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായ ഒരു സഭയായിരുന്നു പിന്നീട് കൊരിന്ത്യ സഭ. അപ്പോൾ അവരോട് പറയുകയാണ്, ഈ വിഷയം വല്ലാതെ മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുക, നിങ്ങൾ ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കാം. ആ സഭയിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കി വിഷയമുണ്ടാക്കിയ അവരോട് പൗലോസ് പറയുകയാണ്, സഭയിലോട് പറയാം, നിങ്ങൾ അവന് വേണ്ടി ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കാം എന്ന് പറയുകയാണ്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാപം അത് നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തും. സഭയിലൊക്കെ വിഷയമുണ്ടാക്കി കണ്ണുനീരോടൊരു ദൈവദാസൻ അല്ലെങ്കിൽ ആരെങ്കിലും പറയുക, കർത്താവേ നീ കണക്കിടണമെന്ന് പറഞ്ഞാൽ കണക്കിടും. അതുകൊണ്ടാണ് സഭയിലൊന്നും പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുന്നത്, ഇടർച്ച ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. നിസ്സാരമായി കണക്കാക്കരുത്. ദൈവദാസന്മാരെ ദൈവമക്കളെയൊന്നും നിസ്സാരമായി കണക്കാക്കരുത്. ദൈവമക്കളെ നിസ്സാരമായി കണക്കാക്കരുത്. വഴിയിൽ ട്രാക്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവം വിളിച്ചു പറയുന്ന ആളെ വേണമെങ്കിൽ കോളന്ന് പിടിക്കാം, അടിക്കാം, അവനെ വേണേൽ ഉപദ്രവിക്കാം. പക്ഷേ അവനൊരു വാക്കുച്ചരിച്ചാൽ മതി, ഇവന് പാപം ദൈവമേ നീ കണക്കിടണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തോട് അവനോട് കണക്കിടും. ഞാൻ പറഞ്ഞത് ക്ഷമിക്കണമേ എന്ന് അറിയാതെ ചെയ്യുന്നതാണെന്ന് അറിയുള്ള പരിജ്ഞാനമുള്ള ദിവസന്മാർ അത് അങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ. നിർത്തിക്കഴിഞ്ഞാൽ നിർത്തും. അതുകൊണ്ട് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾ മുഖാന്തരമായി ദൈവദാസന്മാർ കണ്ണുനീർ വീഴാൻ പാടില്ല. അവർ നമ്മളെ കർത്താവ് ഇടപെടണമെന്ന് പറയാൻ, പിന്നെ വെറുതെ പറഞ്ഞാൽ അത് പ്രശ്നമല്ല. സത്യമായിട്ട് നിന്ന് നമ്മൾ എപ്പോഴും അങ്ങനെ പേടിച്ചു നിൽക്കണമെന്നല്ല പറഞ്ഞത്. വചനം വിട്ടുപോകുന്ന ആര് പോയാലും നമ്മളതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയത്തോടെ നിൽക്കാനല്ല ഞാൻ പറഞ്ഞതല്ല. നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊരാളെ അകാരണമായിട്ട് വേദനപ്പെടുത്തിയാൽ, വിഷമിപ്പിച്ചാൽ, വേദനിപ്പിച്ചാൽ സുവിശേഷം അറിയിക്കാൻ പോകുന്ന എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ പോകുന്നത്? അല്ല. കവലകളിൽ പ്രസംഗിക്കുന്നത്, ട്രാക്ട് കൊടുക്കാൻ പോകുന്നത്, വീടുകളിൽ പോകുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ? ആരെങ്കിലും പൈസ വന്നിട്ടാണോ? അല്ല. നമുക്ക് കിട്ടുന്ന സാമ്പത്തിക നന്മയും ദൈവനാമത്തിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ച് സുവിശേഷം അറിയിക്കുന്നത്. നമ്മൾ വഴിനീര നമ്മൾ വചനം പ്രസംഗിക്കുന്നത് ട്രാക്ട് സ്വന്തമായി പൈസ കൊണ്ട് അടിച്ചിറക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, പുസ്തകങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടിയാണ്, നാം സുവിശേഷ മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയാണ്. ആരുടെയും ഇതൊന്നും കിട്ടാനായിട്ടല്ല, സമൂഹത്തിന് പിരിച്ചെടുക്കാൻ വേണ്ടിയല്ല. നമ്മുടെ ഒരു പിരിവിനും നമ്മൾ നടത്താറില്ല. എന്നാൽ എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ലഭിച്ച സ്നേഹം, എനിക്ക് ലഭിച്ച നന്മ അതിൻ്റെ അയൽവക്കക്കാർക്ക് ലഭിക്കണം, ലോകത്തിലെ സകല മനുഷ്യർക്ക് ലഭിക്കണം. അത് എൻ്റെ മക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ലഭിക്കണമെന്നുള്ള ഒരു വലിയൊരു വിശാലമായ മനസ്സ് ദൈവം തന്നിരിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ നന്നാകാൻ വേണ്ടി അവരാരും നശിച്ചു പോകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് വേണ്ടിയാണ്. അല്ലാതെ ഇത് എന്തെങ്കിലും ശമ്പളം തന്നുകൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യുമ്പോൾ ചൂടൊന്നും മഴയും ഒന്നും നോക്കാതെ സുവിശേഷമായി ട്രാക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ അകാരണമായി വേദനപ്പെടുത്തിയാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പൊടി തട്ടിയിട്ട് പോന്നാൽ, കഥാ പറഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ പോയിട്ട് ആരെങ്കിലും സ്വീകരിക്കാന്നാൽ ആ പട്ടണം വിട്ടു പോകുമ്പോൾ, ആ ദേശം വിട്ടു പോകുമ്പോൾ പൊടി തട്ടിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം അതാ. ഞങ്ങളിവിടെ വന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിക്കാൻ വന്നതല്ല, നിന്റെ വിടുതലിന് വേണ്ടി വന്നതാ, നിന്റെ നിത്യജീവന് വേണ്ടി സന്ദേശം അറിയിക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് നീ ഇത് തിരസ്കരിച്ച് കളഞ്ഞാൽ നിന്റെ പറമ്പിൽ നിന്ന് പറ്റിയ, നിന്റെ വീടിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ പൊടി പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തട്ടിയിട്ട് പോകാനാണ് പറയുന്നത്. ഞങ്ങൾ തട്ടിയിട്ടാൽ സോതോമിയർക്ക് അത് സഹിക്കാൻ ആകുന്ന പറയുന്നത്. സൊദോം ഗൊമോരയേക്കാൾ നാശമായിരിക്കും ദേശത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, സുവിശേഷം അറിയിക്കുന്ന എന്തെങ്കിലും തന്നിട്ടാണോ? അല്ല. നമ്മളാരുടെയും ജോലിക്കാരായിട്ടാണ് ചെയ്യുന്നത്? അല്ല. നമ്മളെ ദൈവത്തെ ദൗത്യം ചെയ്യുക. എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടി ചിലർ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. ചിലർ കരഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ട്രാക്ട് കൊടുത്തുകൊണ്ട്, ദൈവം അറിയിച്ചുകൊണ്ട്, കഷ്ടം സഹിച്ചുകൊണ്ടാണ്. എത്രയോ കുന്നും മലയും കയറി നടന്ന സുവിശേഷ ആൾക്കാരെ കൊണ്ട് ഇന്ന് ഇപ്പം കാറുണ്ട്, വണ്ടിയുണ്ട്, ബൈക്കുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അന്നോ ഒരു കാലത്തോ
എത്രയോ പിതാക്കന്മാർ, നമ്മുടെ അപ്പച്ചന്മാർ, അവരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെള്ളം പോലും കുടിക്കാതെ കിലോമീറ്ററുകൾ നടന്ന് അവർ സുവിശേഷം അറിയിച്ചത്, പുസ്തകം തലയിൽ വെച്ച് കെട്ടുകണക്കിന് വെച്ചുകൊണ്ട് നടന്ന് ട്രാക്ട് കൊടുത്തുകൊണ്ട് പോയത്, സൈക്കിൾ ചവിട്ടിയത്, ബുദ്ധിമുട്ടിയത് എന്തിനു വേണ്ടിയാ? അത് ദൈവം തന്നിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സഭയെക്കുറിച്ചുള്ള സ്നേഹത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. അത് ചെയ്തത്. അന്നേരം പിടിച്ച് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് തുറന്ന് പറയുക, ഒരാൾ പറയുക, ദൈവമേ പാപം നീ ക്ഷമിക്കരുതെന്ന് പറഞ്ഞാൽ ആ പാപം അത് ക്ഷമിക്കപ്പെടത്തില്ല. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പഴയ നിയമത്തിലും ഇതേ സംബന്ധമായിട്ടുള്ള തെളിവുണ്ട്. അതുകൂടി വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടി പറയാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 15-ാമത്തെ വാക്യവും നെഹെമ്യാ പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യവും പറയാം. ഇതെല്ലാം ക്ഷമിക്കാനാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ നമുക്കാണ് ഒരു കണക്കിടണമെന്നാണ് പറയുന്നത്. സംഖ്യാപുസ്തകം 16-15, സംഖ്യാപുസ്തകം 16-15 നമുക്ക് നെഹെമ്യാവിൻ്റെ പ്രവചനം, നെഹെമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യോടെ വായിക്കാം. ഒരാൾക്ക് വേണമെങ്കിൽ വായിക്കാം സംഖ്യാപുസ്തകം, അല്ലെങ്കിൽ പിന്നീട് അത് വായിച്ചാൽ മതി. സംഖ്യാപുസ്തകം സമയത്തിന് കുറവുകൊണ്ടാണ് ഞാൻ അതിലേക്ക് സംഖ്യാപുസ്തകം 16-15. ഓക്കെ, ഞാൻ എടുത്തു പോകാം. അപ്പോൾ അത് 16-15 ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ മോശ ഏറ്റവും കോപിച്ച് അവൻ യഹോവയോട്, അവരുടെ വഴിപാട് കടാക്ഷിക്കരുത്, ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതിയെപ്പോലും വാങ്ങിയിട്ടില്ല, അവരിൽ ഒരുത്തിനോടും ഒരു ദോഷം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കോരവും കൂട്ടരും മത്സരിച്ചപ്പോൾ മോശയ്ക്ക് ഭയങ്കര വേദനയുണ്ടായി. മോശ പറയുക, ഞാൻ ഒരു കഴുതയെപ്പോലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല. മനസ്സിലായോ? അവരിൽ നിന്ന് ഒരു കഴുതയെപ്പോലും വാങ്ങിയിട്ടില്ല, അവർ ഒരുത്തിനോട് ഒരു ദോഷം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് പറഞ്ഞു, ദൈവത്തെ അവിടെ കടാക്ഷിക്കരുത്, അവിടെ പാപം നിർത്തണേ, നീ അവരിൽ പ്രസാദിക്കരുത് എന്നാണ് പറഞ്ഞത്. അത്രമാത്രം വിഷമമുള്ളതുകൊണ്ടാണ് മോശ അങ്ങനെ പറഞ്ഞത്. അവൻ അത്രമാത്രം വിഷമിച്ചു. കോരവും കൂട്ടരും എഴുന്നേറ്റ് വെറുതെ വിഷയം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ല, സഭകളൊന്നും വെറുതെ വിഷയം ഉണ്ടാക്കരുത്. ഒരു കാരണമില്ലാതെ ചിലർ വിഷയം ഉണ്ടാക്കുന്നവരുണ്ട്. എന്തായാലും അത് സാധാരണ അവരെ കരങ്ങളെടുക്കുന്നുണ്ട്. പക്ഷേ ദൈവമക്കൾ സഹിക്കെട്ട് പറയാനായിരുന്നു. ഇവിടെ മോശ വളരെ സാമ്യനായിരുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സാമ്യനായിരുന്നു, അതിസാമ്യനായിരുന്നു. പക്ഷേ സാമ്യത ഉണ്ടായിരുന്നെങ്കിലും വല്ലാതെ ബുദ്ധിമുട്ടി കഴിഞ്ഞപ്പോൾ, ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് അവർ പറയുന്നത്, ഞങ്ങളെ പാലും തേനും മുഴുവൻ ദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുകയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല, നീ ഇവിടെ കണ്ണ് ചൂഴ്ന്ന് കളയുമോ, ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു. ഇവർ എതിർക്കുക. നീ പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന സ്ഥലം കൊണ്ട് കാണിക്കാന്നല്ല പറഞ്ഞത്, നീ ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടം തന്നോ. ഇപ്പം വിശ്വാസത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്ന ശേഷം എൻ്റെ വിഷയമെല്ലാം തീരും, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ വിശ്വാസം കൊണ്ടുവന്നിരിക്കട്ടെ. നാളെ അവന് വിഷയം നേരെ തിരിച്ചിങ്ങനെ ചോദിച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും? അതാണ് സംഭവിച്ചത്. അപ്പോൾ കർത്താവ് പറഞ്ഞ് വാഗ്ദത്തം പറഞ്ഞ് അവരെ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ കർത്താവ് വന്നാൽ എല്ലാ വിഷയവും പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ ഒരാൾ വിശ്വാസം വന്നു. നാളെ അവൻ തിരിച്ച് ചോദിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് സഭയെ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ വിഷയമൊന്നും പരിഹരിച്ചില്ലെന്നേ, അതുകൊണ്ട് നീ എന്നാ ചെയ്യുന്നത്, എൻ്റെ കണ്ണിന് ചൂഴ്ന്ന് കളയുമോ, ഞാൻ വരത്തിൽ അംഗീകരിക്കത്തില്ലെന്ന് ഞാൻ തീർന്നു. ഇങ്ങനെ വിഷമിപ്പിച്ചു. അതാണ് നമ്മൾ രക്ഷയുടെ സന്ദേശമാണ് പറയുന്നത്. രോഗം മാറും, കടം മാറും, പ്രയാസം മാറും എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ കർത്താവ് വന്നാൽ വിടില്ല, നമ്മൾ വിശ്വാസത്തോടെ പറയും, പ്രത്യേകിച്ചോടെ പറയുന്നതാണ്. ഇവരോട് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ദേശം തരും, മുന്തിരിത്തോട്ടമൊക്കെ നീ തരും എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞാണ് മിസ്സൈന്ന് കൊണ്ടിരുന്നു. പക്ഷെ ഇവരങ്ങ് കലഹിച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, നീ ഞങ്ങൾക്ക് നീ പറഞ്ഞ പാലും തേനും ദേശം ഞങ്ങൾ തന്നിട്ടുണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതുപോലെ ചിലർ നിൽക്കുന്ന ഇന്നും ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ആ സമയത്ത് ഈ മോശ പറയുക, ഞാൻ ഇവരുടെ ഒരു കഴുതയെ പോലും വാങ്ങിച്ചിട്ടില്ല, ഞാൻ ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല, ഓരോരുത്തരോടും ഒരു ദോഷവും ചെയ്തിട്ടുമില്ല, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് പറഞ്ഞ കർത്താവേ, നീ ഇവൻ്റെ വഴിപാട് പ്രസാദിക്കരുത്, ഇവന് പ്രസാദിക്കരുത്. എന്താ സംഭവിച്ചെന്താ? ഭൂമി അവർ നിന്ന സ്ഥലം പിളർന്ന് അവർ ജീവനോടെ അധോപാതാളത്തിലേക്ക് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപം നിർത്തി, ദൈവത്തോട് ക്ഷമിക്കുന്നത്. ദൈവം ക്ഷമിച്ചില്ല. സംഭവിച്ചെന്താ? ഭൂമി പിളർന്നു പോയെന്ന്. ഭൂമി പിളർന്ന് ദുഷ്ടന്മാരായിരിക്കുന്ന മറ്റ് ആൾക്കാരെയെല്ലാം പിളർന്നു പോയി, ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനോടെ പോയി, താഴോട്ട് പോയി. അപ്പം അത് സംഭവിച്ച കാര്യമാണ്. അത് പാവം നിർത്തിയതുകൊണ്ട് സംഭവിച്ചതാണ്. പല സ്ഥലങ്ങളിലും അവൻ ക്ഷമിക്കാൻ വേണ്ടി കമന്ന് കിടന്നിട്ടുണ്ട്. സാഹചര്യത്തിന് വെടിവ് നിന്നിട്ടുണ്ട്. ദൈവം പറഞ്ഞു, നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കാം, ഇവരെ ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ കമൺ വീണ് കിടന്ന് ദൈവത്തോട് പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും, നീ ഇവരെ കൊണ്ടുവന്നിട്ട് നിനക്കതിന് കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ ഇവരെ നശിപ്പിച്ച് കളയുന്നു പറഞ്ഞുകൊണ്ട് ഇടിവിൽ നിന്നു. അവനോട് പറഞ്ഞതാ, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. മോശ പറഞ്ഞു, ഞാൻ
അബ്രഹാമോട് പറഞ്ഞ വാഗ്ദത്തം ചെയ്യും. ഈ പറഞ്ഞ ജനം മുഴുവൻ പോയാലും എനിക്ക് മോശം നിന്നെ മാത്രം മതി, നിന്റെ ഒരു ഒറ്റ കുടുംബത്തിൽ നിന്ന് ഞാൻ ജാതിയെ ഞാൻ ഉത്ഭവിപ്പിച്ച് ഞാനത് ചെയ്തെടുക്കും. പക്ഷേ എന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞപ്പോൾ മോശ വീണ് കളഞ്ഞു. മോശ പറഞ്ഞു, വേണ്ട, എൻ്റെ കുടുംബത്തിന് എനിക്ക് അല്ല, നീ കൊണ്ടുവന്ന നിന്റെ നാമത്തിന് ഹീനത വരരുത്. ഇവിടെ മരുഭൂമിയിൽ പട്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും, അത് അവരെ കൊണ്ടുവന്നിട്ട് മരുഭൂമി കൊണ്ട് കൊന്നു കളഞ്ഞു, ദൈവത്തിന് കഴിവില്ലാതായി പോയി അവരെ കൊണ്ടുപോകാനും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഇടിവെന്നാണ് മോശ. എന്നാൽ ഈ കോരവും കൂട്ടരും എഴുന്നേറ്റ് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ മോശ പറഞ്ഞു, ദൈവമേ അവരുടെ പാവം ക്ഷമിക്കരുത്, നീ അവരെ കടാക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം നീതി അവര് കണക്കിട്ടു. സംഭവിച്ചത് നമുക്കറിയാം. ഭൂമി തുറന്ന് പാതാളത്തിലേക്ക് അവർ ജീവനോടെ ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് അന്ന് മോശയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പുതിയ നിയമത്തിലെ ദൈവദാസന്മാർ, ദൈവമക്കൾ, സുവിശേഷക ദൈവമക്കളോട് ദിവസങ്ങൾ അനാവശ്യമായ ആവശ്യമില്ലാതെ ആരെങ്കിലും ചെയ്തവരെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് അവരൊരു വാക്കുച്ചരിക്കാൻ ഇടയാകാതിരിക്കാൻ വേണ്ടി നാം ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെയുള്ള വാക്ക് പറയാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ട. തലമുറകളോടോ മറ്റുള്ളവരോട് ആരോടും നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കാര്യം പറയാൻ പാടില്ല. ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ വരാമായിരിക്കാം. നമ്മളൊരു ദോഷം ചെയ്തിട്ടില്ല, ആരുടെ നിന്നും വാങ്ങിച്ച് കാണത്തില്ലായിരിക്കാം. ആ സന്ദർഭങ്ങളിൽ വേദനയോടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് നിലനിൽക്കും പോകും. അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് കർത്താവ്, നിങ്ങൾ ആരുടെ പാവങ്ങൾ നിർത്തുന്നുവോ നിർത്തിയിരിക്കും, ആരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നുവോ ക്ഷമിച്ചിരിക്കും. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം. തലമുറകളോട് മറ്റുള്ളവരോട് പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധാലുക്കളായി ദിവസങ്ങളിൽ വാക്കുകളെ ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് ഈ സന്ദേശത്തിലൂടെ അറിയിക്കുകയാണ്. മോശ വളരെയധികം പ്രയാസപ്പെട്ടു, ബുദ്ധിമുട്ടി. അവന് വളരെ ക്ഷമ അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തോട് പറഞ്ഞത്. അതുപോലെ സംഭവമാണ് നെഹെമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. വേദം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെ അതിൻ്റെ സംഭവങ്ങളോട് ബന്ധത്തിൽ ശരിയായ രീതിയിൽ പഠിച്ച് ഗ്രഹിക്കുന്നില്ല എങ്കിൽ തെറ്റായിട്ടുള്ള ചിന്തകളിലേക്ക് പോകും. അപ്പോൾ പാവമോചനം അല്ല ദൈവം തന്നിരിക്കുന്നത്. അത് വ്യക്തിപരമായ, ഞാൻ പറഞ്ഞ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ, സമയങ്ങളിൽ അത് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യേക ഒരു അധികാരമാണ്. ഇപ്പം എന്നെ കാരണം കൂടാതെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ഞാൻ നന്മ ചെയ്തിട്ട് സുവിശേഷം അറിയിക്കാൻ പോയിട്ട് തല്ലിയാൽ, നമ്മൾ പറയുക, കർത്താവേ ഇത് നീ കണക്കിടണമേ, ക്ഷമിക്കരുതേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം ക്ഷമിക്കത്തില്ല. എന്നാൽ അത് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്ത് അവർക്കൊരിക്കലും, ഞാൻ പറഞ്ഞുള്ള സ്തഫാനെ സ്മരിച്ച സമയത്ത് അവനത് ചെയ്തത് അവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശൗലിന് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നീട് പൗലോസായി തീർന്നത്. അന്ന് സ്തഫാനെ സ്മരിച്ചപ്പോൾ പാപം കണക്കിടണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ടിരുന്ന ശൗൽ ഉൾപ്പെടെയുള്ളവർ ശാപഗ്രസ്തരായി മാറുമായിരുന്നു, മുണ്ടെടുക്കപ്പെടുവാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അധികാരം ദൈവം തന്നിരിക്കുന്നത്. അത് വളരെ കർത്താവിനോട് ഇതെല്ലാം ചെയ്തിട്ടും ദൈവം ക്ഷമിച്ചു. കർത്താവ് പാപം നിർത്തണമെന്ന് പറഞ്ഞാൽ പാപം നിന്നു പോയെന്ന്. മനുഷ്യനെ പാപം ഒറ്റവണ്ണം ക്ഷമിക്കത്തില്ലായിരുന്നു. എന്നാൽ അവൻ പാപങ്ങളെ ക്ഷമിക്കാൻ വന്നുകൊണ്ട് മുഴുവൻ സഹിച്ചു, നമുക്ക് വേണ്ടി സകലവും സഹിച്ചു. അതുകൊണ്ട് കാരണമായി വേദന അനുഭവിക്കുന്നതായിരിക്കാം, കുടുംബത്തിനകത്ത് നീ വേദന അനുഭവിക്കുന്നതായിരിക്കാം, ദേശത്ത് നീ അനുഭവിക്കുന്നതായിരിക്കാം, നിനക്കൊരു പക്ഷേ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ നാം സൂക്ഷിക്കണമേ, അരുതാത്ത് സംസാരിക്കരുതേ. വേദനയോടെ നീ തകർച്ചയോടുകൂടി ഒരു വാക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അത് കണക്കിടും. അതുകൊണ്ട് ദിവസങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ വളരെയധികം ദൈവകൃപയോടെ വേണം വാക്കുകൾ ഉപയോഗിക്കാനും വേണമെന്ന് ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരമാണ്. 5-ാം വാക്യത്തിൽ പ്രതിക്കുന്നത്, പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കുക, അവരുടെ അകൃത്യം മറയ്ക്കരുതേ, അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോവുകയും അരുതേ എന്ന് പറയും. ഇവിടെയും ഈ സൻവല്ലത്തും ദോവ്യാവും എല്ലാവരും കൂടി ഈ പണിക്കെതിരെ നിന്ന് പൊരുതിക്കഴിഞ്ഞപ്പോൾ നെഹെമ്യാവ് പറഞ്ഞു, പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കുക, അവരുടെ അകൃത്യം മറയ്ക്കരുതേ, അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോവുകയും അരുതേ എന്ന് പറഞ്ഞു. നെഹെമ്യാവ് പറഞ്ഞു അതുപോലെ തന്നെ കണക്കിട്ടു ദൈവം. ഇവിടെ ഈ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. ഈ 20-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചപ്പോഴുള്ള എന്താണെന്നുള്ളത് മനസ്സിലായെങ്കിൽ ഞാൻ ഇതിന്ന് മുമ്പോട്ട് പോയി. ചില തെളിവുകൾ തന്നല്ലോ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തെളിവുകൾ തന്നു. അവിടെ പാപം നിർത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ പാപം നിർത്തിയാണെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി പാപം നിർത്തുന്നതല്ല, കഴിവതും പാപം ക്ഷമിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു,
അവരുടെ പാവങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നത് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാവമോചന ചീട്ട് എഴുതാൻ ദൈവം പറഞ്ഞിട്ടില്ല. ഇത് വ്യക്തിപരമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യനെ വല്ലാതെ വേദന ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ വേദനിപ്പിക്കുമ്പോൾ, ശുശ്രൂഷക്കാരെ വേദനിപ്പിക്കുമ്പോൾ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അവരനുഭവിക്കുന്ന വേദനയിൽ നിന്നൊരു വാക്ക് ഉച്ചരിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടും. ദൈവം നിലനിർത്തും. ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളത് പ്രത്യേകാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയെടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതല്ലാതെ നമുക്കാരുടെയും പാപം മോചിക്കാനുള്ള അധികാരമില്ല. നമുക്കാരുടെയും പാവങ്ങളെ ഇവൻ അങ്ങനെ പറയാൻ വെറുതെ ഒരു ആ മനുഷ്യൻ കണ്ടതിൻ്റെ പാവം നിർത്തിയിരിക്കുന്നു പറയാൻ പറ്റത്തില്ല. അതിനുള്ള സന്ദർഭം ഉണ്ടായിരിക്കണം. സന്ദർഭമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. സന്ദർഭത്തിൽ വേദന അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ 2 സന്ദർഭങ്ങൾ കണ്ടു. സ്തെഫാനോസിൻ്റെ കാര്യവും പൗലോസിൻ്റെ കാര്യം കൊരിന്ത്യർ സഭയുള്ള ബന്ധത്തിൽ. അവർ ക്ഷമിച്ചു, ദൈവത്തിൽ ക്ഷമിച്ചു. അവർ ക്ഷമിച്ചുകൊണ്ട് ദൈവം ക്ഷമിച്ചു. എന്നാൽ പാവിയായിരിക്കുന്ന എല്ലാവരുടെയും പാവം ക്ഷമിക്കുന്നത് നമ്മൾ ക്ഷമിക്കുന്നതുകൊണ്ടല്ല, കർത്താവ് ക്ഷമിക്കുന്നത്. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം, അകാരണമായിട്ട് വേദനിപ്പിച്ചാൽ, ഭാരപ്പെടുത്തിയാൽ, സുവിശേഷരെ ഉപദ്രവിച്ചാൽ, ദൈവസഭയെ ഉപദ്രവിച്ചാൽ നിനക്ക് ചെയ്യാം. പക്ഷേ നീ തൊഴിക്കുമ്പോൾ, നീ അടിക്കുമ്പോൾ ആരെങ്കിലും ഒരുവൻ പറയുക, ദൈവമേ നീ ഇത് കാണുന്നില്ലയോ, നീ ഇടപെടണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം ഇടപെട്ടിരിക്കും. നിർത്തിയിരിക്കാൻ നിന്നതായിരിക്കും. എന്നാൽ ഏതെല്ലാം കഷ്ടങ്ങൾ വരുമ്പോഴും സ്തെഫാനോസിനെ പോലെ കല്ലേറ് കൊണ്ട് വേദനപ്പെട്ട് പുളയുമ്പോഴും അവൻ പറഞ്ഞത്, ഇവിടെ പാപം നിർത്തരുതേ, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയാനിടയാത്തത്. ആ ഒരു അർത്ഥത്തിലാണ് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് സുവിശേഷ ദൗത്യമായിട്ട് അയക്കുമ്പോൾ അവരെ പറഞ്ഞയക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 24 വാക്യം. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവനായ ദീദിമോസ് എന്ന തോമസ് അവരോട് കൂടി ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞതിന് ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലടിക്കുകയും ചെയ്ത് അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, കർത്താവ് ഞങ്ങളെ വിലാപ്പുറവും കയ്യോ കാണിച്ചു. അതുപോലെ നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കണ്ടെന്നുള്ളത് എനിക്കങ്ങനെ വിശ്വാസം, 10 ദിവസത്തെ നീ പറയുന്നത് എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മറ്റൊന്നുമല്ല, അത് അവൻ്റെ ഒരു സ്വഭാവമാണ്. അവൻ പറഞ്ഞു, ആര് പറഞ്ഞാലും ഞാനങ്ങനെ വിശ്വസിക്കത്തില്ല. നിങ്ങൾ അവൻ്റെ വിലാപ്പുറവും കയ്യൊക്കെ കണ്ടെന്നല്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാനും കാണട്ടെ. ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് കാണുക മാത്രമല്ല, ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള യേശുവാണോ എന്നറിയാൻ വേണ്ടി അവൻ്റെ വിലാപ്പുറത്ത് കൈ എനിക്ക് ഇട്ട് നോക്കണം. നിങ്ങൾ പറഞ്ഞില്ല അവൻ്റെ വിലാപ്പുറത്ത് മുറിവുണ്ടെന്നുള്ളത്. കൈകാലുകൾ തുളയ്ക്കപ്പെട്ടാന്ന് കണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടതാണെന്നും അതുപോലെ തന്നെ അവൻ്റെ വിലാപ്പുറം തുറന്നിരിക്കുന്നതാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ കണ്ടതല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ വിലാപ്പുറത്ത് കൈയിടണം. പറഞ്ഞാൽ അവൻ പറഞ്ഞത് ഞാൻ കണ്ടേ വിശ്വസിക്കുകയുള്ളൂ. എനിക്ക് അത്രയും വിശ്വാസമൊന്നുമില്ല. ഞാനത് വിശ്വസിക്കണമോ? നിങ്ങൾ കണ്ടു, ശരി, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ കണ്ടുന്ന തെളിവെന്താ? അതുകൊണ്ടാണ് ദീദിമോസ് പറഞ്ഞത്, ഞാൻ അങ്ങനെ വിശ്വസിക്കുക. കാരണം ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ശരിയല്ല, ലാസർ എഴുന്നേറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ് 4 ദിവസം കഴിയുമ്പോൾ എങ്ങനെ എഴുന്നേൽപ്പിക്കാൻ, ആരാ അവിടെ വന്ന് വിളിക്കാൻ അവനെ ഉള്ളത്? അവനെ ആരാ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുന്നത്? അവനതാ വിചാരിച്ചത്. യേശു വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് ലാസർ എഴുന്നേറ്റത്. യേശു വിളിച്ചാൽ ആരും എഴുന്നേറ്റ് വരും. മരിച്ച കണ്ടിട്ടുണ്ട്. നമ്മല്ല യായിറോസിന്റെ മകളെ യേശു വിളിച്ചു, എഴുന്നേൽപ്പിച്ചു. മരിച്ചവരെല്ലാം നയ്യന് പട്ടണം അതൊക്കെ കണ്ടിട്ടുണ്ട്, ശരിയാ. പക്ഷെ ഇവിടെ കല്ലറ ചെയ്യുന്ന യേശുവിനെ ആര് വിളിച്ചാണ് എഴുന്നേൽപ്പിച്ചത്? അതാണ് അവൻ്റെ സംശയം. അതാണ് അവൻ സംശയിച്ചത്. ന്യായമായ സംശയമല്ലേ? അതെ, യേശുവിനെ ആര് വിളിച്ചിട്ടാണ് ആര് വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു? ഈ മരിച്ചുപോയ ക്രിസ്തു അങ്ങ് മരിച്ചില്ലേ? മരിച്ചു കഴിഞ്ഞാൽ അവനെ കല്ലറ വെച്ചില്ലേ? കല്ലറ വെച്ച് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ പറഞ്ഞ കണ്ടെന്നുള്ളത്. പക്ഷെ അവനെ ആര് വിളിച്ചാൽ അവനെ വിളിക്കൊണ്ടുവന്നത്? നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് യേശു പേര് വിളിച്ച് യായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേറ്റു. അങ്ങനെയല്ല. ഇങ്ങനെ ഇവിടെ യേശുവിനെ ആരാ എഴുന്നേൽപ്പിച്ചത്? അതാണ് അറിയേണ്ടത്. എന്നാൽ അതാണ് യേശുവിനെ ആര് എഴുന്നേൽപ്പിച്ചു എന്നുള്ളത് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തന്നു, എനിക്ക് എൻ്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കാനുള്ള അധികാരമുണ്ട്. ക്രിസ്തുയേശുവിന് മാത്രമേ അധികാരമുള്ളൂ. മറ്റാർക്കും അധികാരമില്ല. ലോകത്തിൽ ആര് മരിച്ചാലും പ്രിയപ്പെട്ടവരെ ഒരു മടക്കി വരുത്തുവാൻ യേശുവിൻ്റെ ശബ്ദത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ ക്രിസ്തുവിന് പ്രത്യേക അധികാരമുണ്ട്. അവനത് കൊടുക്കുവാനും അത് എടുക്കുവാനുള്ള അധികാരം അവന് മുന്നമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ ഉയർപ്പിച്ച ആ ശക്തിയാണ് ക്രിസ്തു. അവനെ ആരും പേര് വിളിച്ച് എഴുന്നേൽപ്പിച്ചല്ല, സ്വർഗമാണ്, പിതാവാന്തയുമാണ് അവനെ എഴുന്നേൽപ്പിച്ചത്. തോമസ് അതായിരുന്നു സംശയം ഉണ്ടായിരുന്നത്. ഈ ഉയർക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് വിളിക്കണം.
അപ്പം നിദ്ര പ്രാപിച്ച് കിടക്കുന്ന യേശുവിനെ എഴുന്നേൽപ്പിച്ചത് ആരാണെന്നുള്ളത് അവന് മനസ്സിലായില്ല. അവനോട് പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ കഥ നേരത്തെ പറഞ്ഞെങ്കിലും ഒന്നും അംഗീകരിച്ചില്ല, മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇത് ശരിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കഥാവ് ഉണ്ടല്ലോ, ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവൻ പ്രത്യക്ഷപ്പെട്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പ്രത്യക്ഷപ്പെടട്ടെ. പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവൻ്റെ കാണുകയും ആണിപ്പഴുത് കാണണം, ആണിപ്പഴുതിൽ അവൻ്റെ ആണിപ്പഴുതിൽ എനിക്ക് വിരലിടണം, അത് വിലാപത്തിന് കൈയിടണം. ഒന്ന് ആലോചിച്ച് നോക്ക്. തോമസ് പറഞ്ഞ എന്ത് കാര്യമാണെന്നുള്ളത് നോക്കി. അവൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു, ഭയങ്കര ബുദ്ധിമാനാണ് തോമസ്. അപ്പം ആണിപ്പഴുതിൽ വിരലിടണം, വിലാപ്പുറത്ത് കൈയിടണം. മനസ്സിലായോ? അപ്പം അവന് ഭയങ്കര ബുദ്ധിമാനാണ്. ഇത് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന കാരണം, യേശു പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല എന്ന് പറയുന്നവരെ ഈ ഒരൊറ്റ പദങ്ങൾ മതി, ഈ നീതിമോസിലെ ഒറ്റ വാക്ക് മതി അത് സത്യമാണ് തെളിയിക്കാനായിട്ട്. ഇങ്ങനെ അത്രമാത്രം സ്വന്തം കൂട്ടത്താടുന്ന ശിഷ്യൻ പോലും സംശയം പ്രകടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ബന്ധമില്ലാത്തവർക്ക് എന്തെല്ലാം സംശയം പ്രകടിപ്പിക്കാം. പക്ഷേ ഇത് സത്യമാണെന്നുള്ളത് പിന്നീട് തെളിയിക്കുകയാണ്. ഇതാരും എഴുതി വെച്ച കഥകളല്ല. തോമസ് പറയുകയാണ്, ഞാൻ പറഞ്ഞു, തോമസിന് ഞാനവിടെ ഒരു കുറവും ഞാൻ കാണുന്നില്ല, നിങ്ങളാണല്ലോ ഒക്കെ അതേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ വളരെ ബുദ്ധിമാൻ. അവൻ പറഞ്ഞു, ആണിപ്പഴുണ്ടെങ്കിൽ അതിനകത്ത് ആണി അടിച്ച് കയറ്റിയതാണല്ലോ, അപ്പോൾ എൻ്റെ വിരൽ എൻ്റെ അത് കിടക്കും. അപ്പം അങ്ങനെയാണ് എനിക്കൊന്ന് വിരലിട്ട് നോക്കണം, ആ വിരൽ അവൻ്റെ ആണിപ്പഴുതിൽ എനിക്ക് വിരലിടണം. അവൻ്റെ വിലാപ്പുറം കുത്തി തുളച്ചിട്ടുണ്ടെങ്കിൽ വലിയ മുറിവാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കൈ കിടക്കണം. ഇതാണ് അവൻ പറഞ്ഞത്. അവൻ പറയുകയാണ്, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. കർത്താവ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവൻ്റെ ന്യായമായ സംശയങ്ങളെ കർത്താവ് കണ്ടു. ഞാൻ അത് എഴുതി വെച്ചത് നന്നായി. കാരണം ഈ യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് ഈ ഒരു വചനം നമുക്ക് തെളിവിച്ച് പഠിപ്പിക്കുമ്പോൾ പിന്നെ അവർക്ക് ശബ്ദിക്കാൻ കഴിയത്തില്ല. കർത്താവിനോട് കൂടെ നടന്ന എല്ലാവരും യേശു ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. അങ്ങനെയല്ല പറഞ്ഞത്. അവർക്ക് എത്രമാത്രം അതിനെ എതിർക്കാൻ എതിർത്തു, വിശ്വസിച്ചില്ല. കർത്താവ് അത്രയും നേരത്തെ പറഞ്ഞെങ്കിലും നടന്നില്ല. കാരണം മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ എഴുതി വെച്ചു. ബൈബിളിൻ്റെ പ്രത്യേകത അതാണ്. ബൈബിളിൻ്റെ പ്രത്യേകത അത് സത്യമായിട്ടുള്ളത് അതുപോലെ തന്നെ എഴുതി വെച്ചെന്നുള്ളതാണ്. ഇതിനകത്ത് എല്ലാം ദാവീദിനെക്കുറിച്ച് എഴുതി വെച്ചപ്പോൾ നല്ലത് മാത്രമല്ല എഴുതി വെച്ചത്, ദാവീദ് തിന്മ എഴുതി വെച്ചു. അപ്പം നന്മ എഴുതും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിള്. അല്ലാതെ ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴത്തേന് എല്ലാവരും വിശ്വസിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റ് എല്ലാവരും പറഞ്ഞു, എല്ലാവരും യേശു നമസ്കരിച്ച് നല്ല എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. മനുഷ്യനുണ്ടാകാവുന്ന സംശയങ്ങളും മനുഷ്യനുണ്ടാകാവുന്ന അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടാകാമോ, യേശുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അവർക്കുണ്ടായ വിഷമം, വേദന, കരച്ചിൽ, മഹാവിലാപം, ഉയർത്തെഴുന്നേറ്റപ്പോഴുള്ള സന്തോഷം, അതുപോലെ തന്നെ സംശയങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ ഒരു ദിവസങ്ങളായിരുന്നു യെരുശലേമിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. എന്നോട് പറയട്ടെ, വലിയൊരു കൂടിക്കുഴഞ്ഞ അവസ്ഥ, ആകപ്പാടെ കൺഫ്യൂഷൻ, ഒന്നും മനസ്സിലാകുന്നില്ല. ചിലർ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ് കണ്ടെന്ന്, ചിലർ പറയുന്നു ഇത് ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ ദീദിമോസ് വിചാരിച്ചു, ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അതാണ് അടുത്തത്. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു, വാതിൽ അടച്ചിരിക്കെ. വാതിൽ എന്തിനാ അടച്ചിരിക്കുന്നത്? അവർക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയും. കാരണം യഹൂദന്മാരെ പേടിച്ചായിരിക്കുന്നത്. അന്ന് പേടിച്ച ഓടിയത്, കല്ലറയ്ക്ക് വരെ ഓടിയിട്ട് അതുപോലെ തന്നെ ഓടിപ്പോയി കഥ അടച്ചിരിക്കുക. കാരണം ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഇറങ്ങി ഓടിപ്പോയി, അവിടെ നിന്നില്ല. അന്നേരം വിചാരിച്ചത് ഇവിടെ നിന്നാലേ ആരെയും കണ്ടാൽ നമ്മളെ തട്ടുമല്ലോ, ഓടി തിരിച്ചു പോയി. ജീവൻ്റെ ഭയം, പേടി എല്ലാവർക്കും ഉള്ളതാണ്, മനസ്സിലാകുന്ന എല്ലാവർക്കും ഉള്ളതാണ്. വാതിലടച്ചിരിക്കുക. കഥ പറഞ്ഞു, സമാധാനത്തോടെ ഇരിക്കുന്ന നിങ്ങളെ ഞാൻ സമാധാനമാണ് യേശു ഇന്ന് രാത്രി നമ്മളോട് പറയുക. പലരും വാതിലടച്ചിരിക്കുകയാണ്. സമാധാനമില്ല, അസ്വസ്ഥയില്ല, വെളിയിലിറങ്ങിയ പ്രശ്നമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളങ്ങനെ ഒറ്റപ്പെടാറുണ്ട്, അത് ഭയപ്പെടാറുണ്ട്. ചില രോഗങ്ങൾ, ചില ഭാരങ്ങൾ, വിഷയങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ വാതിലടയ്ക്കാറുണ്ട്, അത് നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമുക്കാരുമില്ലേന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയോ, എനിക്ക് സമാധാനം നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ യേശു നമ്മുടെ അടുത്ത് വരും. ഇവരെ യഹൂദന്മാർ നിമിത്തമായി അവർ എത്ര നാൾ അങ്ങനെ ജീവിക്കും അവർക്ക് അറിയത്തില്ലായിരുന്നു.
എത്രത്തോളം അവർ വാതിലടച്ചിരിക്കുന്ന ആൾക്കെത്താൻ അറിയാമായിരുന്നു അവരുടെ അകത്തുള്ള ഇരിപ്പ് മാറ്റാൻ പോവുകയാണെന്നുള്ളത്. ദേവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ വേണ്ടത് സമാധാനമാണ്. നിങ്ങൾക്ക് രൂപയല്ല വേണ്ടത്, പണമല്ല വേണ്ടത്. എത്ര പണമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ സമാധാനമില്ലെങ്കിൽ ഒന്നുമില്ല, അല്ലേ? കർത്താവ് നമുക്ക് തരുന്നത് സമാധാനമാണ്. കർത്താവ് ഒരിക്കലും ബാങ്ക് ബാലൻസ് തരാമെന്നല്ല പറഞ്ഞത്. ആ യേശുവിൻ്റെ സമാധാനം ഉണ്ടെങ്കിൽ എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി എത്രവർക്ക് ഈ സന്ദേശം ഏറ്റെടുക്കാൻ കഴിയും. നമുക്ക് ആവശ്യം കർത്താവിൻ്റെ സമാധാനമാണ്. അതിനകത്തെല്ലാം ഉണ്ട്. ആ സമാധാനം തന്നാൽ, സ്വസ്ഥത തന്നാൽ നമ്മുടെ കടഭാരങ്ങൾ മാറും, നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. സമാധാനമില്ലാത്ത വിഷയത്തിന്മേൽ യേശുവിന്റെ കർത്താവേ, ഞാൻ അസമാധാനത്തിലാണ്, പ്രശ്നത്തിലാണ്. എന്നാൽ നീ നിൻ്റെ വചനം, നിൻ്റെ വാക്ക്, നീ എന്നോട് സമാധാനമെന്ന് കൽപ്പിച്ചാൽ എൻ്റെ ഏത് വിഷയത്തെയും പരിഹരിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ അസമാധാനപ്പെടുത്തിയിരിക്കുന്ന ഏത് വിഷയത്തെയും ഇന്ന് ഈ സന്ദേശത്തിലൂടെ കർത്താവിനോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ സമാധാനമാണ് നമ്മളെ നയിക്കുന്നത്. എത്രയോ സന്ദർഭങ്ങളിൽ തകർന്നു പോയിട്ടുണ്ട്, ഭാരപ്പെട്ടു പോയിട്ടുണ്ട്, വേദനപ്പെട്ടിട്ടുണ്ട്, നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഒരു കാറ്റ് പോലെ ശാന്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒഴുക്ക് നമ്മളിൽ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ച് നിർത്തുന്ന ദൈവത്തിൻ്റെ ആ സമാധാനത്തിൻ്റെ സന്ദേശം രാത്രിയിൽ ഹൃദയങ്ങളിലേക്ക് ദൈവമായ കർത്താവ് നൽകുകയാണ്. പലപ്പോഴും വേദനപ്പെട്ടു പോയിട്ടില്ല, ഉഷ്ണം പിടിച്ചു പോയിട്ടില്ലേ, വല്ലാതെ വെള്ളി പിടിച്ചു പോയിട്ടില്ലേ, വല്ലാതെ നമ്മൾ ഭയപ്പെട്ടു പോയിട്ടില്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നാം പരിസരം മറന്നു പോയിട്ടില്ലേ, വല്ലാതെ നമ്മൾ ഉരുകി പോയിട്ടില്ലേ. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുക, എൻ്റെ സമാധാനമാണ് തരുന്നത്. സുവിശേഷം സമാധാനത്തിൻ്റെതാണ്. ഈ സുവിശേഷത്തിൻ്റെ പുസ്തകം എഴുതി പൂർത്തിയിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നേച്ച് പോകുമെന്ന് പറഞ്ഞ കർത്താവ് വീണ്ടും ഇവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരടുത്ത് വന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനം ഉണ്ടായിട്ടുണ്ട് പറയും, എന്നാൽ സമാധാനം വീണ്ടും നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ആ സമയത്തും സമാധാനത്തിൻ്റെ സന്ദേശമായി യേശു നമ്മുടെ അടുക്കൽ വരും. രാത്രിയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. അതെ, എന്നെ സമാധാനപ്പെടുത്തുന്ന, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകുവാൻ എൻ്റെ കർത്താവ് എൻ്റെ അരികിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ അടുക്കൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മളെ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനമാണ് നമ്മുടെ നിലവുകൾക്കപ്പുറമായി നമ്മളെ കാത്തു പരിപാലിക്കുന്നത്, തകർന്നു പോകാതിരിക്കുന്നത്, ബോധം കെട്ടു പോകാതിരിക്കുന്നത്, നിരാശപ്പെട്ടു പോകാതിരിക്കുന്നത്, മറ്റുള്ളവർ പോലാകാതിരിക്കുന്നത് യേശുവിൻ്റെ സമാധാനം ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടാണ്. ഇവരോട് നടുവിൽ നിന്ന് പറഞ്ഞ് വാതിലടച്ചു ഇരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസ് പറഞ്ഞൊക്കെ കർത്താവ് കേട്ടു. പറഞ്ഞ്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക എന്ന് പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞതെല്ലാം കർത്താവ് കേട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ, സംസാരിച്ചെല്ലാം യേശു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, തോമസേ, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞല്ലോ നിൻ്റെ സംശയമാണ്, നിൻ്റെ കൈ വിരലെങ്കിൽ ഞാൻ സൃഷ്ടിച്ച കൈ എങ്ങനെ ഇട്ടാൻ പറഞ്ഞു. നിൻ്റെ ആ കൈ ഇടാനുള്ള കൈ കൊണ്ടുവരാ, നിൻ്റെ വിരൽ. തോമസേ, നിൻ്റെ കരം സൃഷ്ടിച്ച് ഞാനാകട്ടോ. രാത്രിയിലും സൃഷ്ടിതമായിരിക്കും ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അസഭ്യം പറയുകയും ദൈവത്തിനെതിരെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിനക്ക് സംസാരിക്കാൻ നാവ് തന്നത് ദൈവമാണ്, നിനക്ക് ചിന്തിക്കാൻ ബുദ്ധി തന്നത് ദൈവമാണ്. അതായത് നീ ദൈവനാമത്തെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിൻ്റെ കരങ്ങൾ സൃഷ്ടിച്ച ദൈവമാണ്. നീ അതിനെ ഉപയോഗിക്കുന്ന തെറ്റായ രീതിയിലുണ്ടാണ്. തോമസെ, അവിശ്വാസിയായിട്ടുള്ള നീ എൻ്റെ വാക്കുകൾ ഞാൻ കേട്ടു. ഞാൻ സൃഷ്ടിച്ച നിൻ്റെ കരമുണ്ടല്ലോ, നീട്ടാൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, അത് നീട്ടി എൻ്റെ വിലാപ്പുറത്ത് നീ കൈയിട്. നീ പറഞ്ഞത് ചെയ്തു. എൻ്റെ വിരൽ നീട്ടി എൻ്റെ ആണിപ്പഴുതിലിട്ട് ഉണക്കാൻ പറഞ്ഞത് കേട്ടതും അവൻ യേശുവിനെ കണ്ടതോടുകൂടി യേശു അവൻ്റെ കാണിപ്പാട് അവന് കാണിച്ചു കൊടുത്തു. അവൻ്റെ വിലാപ്പുറം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ അവിശ്വാസം എല്ലാം പോയി. അപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ച് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം ഭാഗ്യമില്ലാത്തവനല്ല. എൻ്റെ അർത്ഥം നിന്നെ കാണുന്ന ഭാഗ്യമുള്ളവൻ. ഇപ്പോൾ തോമസ് ഭാഗ്യമുള്ളവനാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ യേശു പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ കണ്ടുകൊണ്ടാണ്.
നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവർ. അന്ന് തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിക്കണം, എന്നാൽ ഇതൊന്നും കാണാത്തൊരു കൂട്ടരുണ്ട് കേട്ടോ അവർ വിശ്വസിക്കും. 6-36 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവർ കണ്ടിട്ടും യേശു പ്രവർത്തിച്ചിട്ടും യഹൂദന്മാർ വിശ്വസിച്ചില്ല. യേശുവിൻ്റെ പുനരുത്ഥാനം അത് നടന്നിട്ടും ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. എന്നാൽ 1 പത്രോസ് 1-8-9 വാക്യങ്ങൾ വായിക്കാമെന്ന് നിർത്താം. ഞാൻ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടക്കുന്നില്ല. എന്നാൽ വീണ്ടും നമുക്ക് ഒന്നിച്ചുകൂടാം. ഈ ഭാഗം എടുത്ത് ഞാൻ നിർത്താമെന്ന് ക്ലാസ്. 1 അതിൻ്റെ 8-9 വാക്യങ്ങൾ. 1 പത്രോസ്, നമ്മളെ കണ്ടാണ് കർത്താവ് പറഞ്ഞത് കാണാതെ വിശ്വസിച്ചവർ. അവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും കാണാതെ വിശ്വസിച്ചിട്ടില്ല. എല്ലാവരും അന്നത്തെ ആ സാഹചര്യം സംഭ്രമജനകമായിരിക്കുന്ന കാലഘട്ടമായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു. നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമാണെങ്കിൽ ഇതൊക്കെ ഉള്ളൂ. അത് കൂടുതൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. തോമസിനെ നമ്മൾ കുറ്റം പറയേണ്ട, പത്രോസിനെ പറയേണ്ട. ആരും അതൊക്കെ കണ്ടിട്ടും അങ്ങ് വിശ്വസിച്ചാൽ പോരെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. മറിയ എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത്? അന്നത്തെ ആ സംഭ്രമം വലുതായിരുന്നു. നമുക്കൊക്കെ ചെറിയ വിഷയം വന്നാൽ മതി, സ്വഭാവം നഷ്ടപ്പെട്ടു പോകും അല്ലേ? ഒരു കാറ്റടിക്കുന്നത് കേട്ടാൽ നമ്മുടെ ബോധം പോകും. അത്രയല്ലേ ഉള്ളൂ അല്ലേ? വലിയ കൊടുങ്കാറ്റ് വരുന്ന പിന്നെ തീർന്നു. പിന്നെ ശ്വാസം പോലും കിട്ടത്, പിന്നെ നാവ് പോലും ചലിക്കത്തില്ല. കാറ്റ് വരുന്നതെന്ന് അവർ പേടിയായി. ഇന്നലെ അങ്ങനെ ഓർത്ത് നമ്മൾ പേടിക്കുന്നു. പക്ഷെ അവർ അന്നത്തെ സാഹചര്യത്തിൽ അവർ വളരെ ഭയപ്പെട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ്. കാരണം യേശുവിനെ അവർ ക്രൂശിച്ചു. കാരണം യേശുവിൻ്റെ കൂടെ നടന്നവരാ. അവർ 3.5 വർഷം എല്ലാം വിട്ടെറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോയതാണ്. പിന്നെ അവർക്കൊരു ജീവിതമില്ല, ഒന്നുമില്ല. അവർക്ക് ആരുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയത്തില്ല. അവരെ കണ്ടാൽ എപ്പോഴാ കല്ലെറിഞ്ഞ് പോലും അല്ലെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന അറിയത്തില്ല. 3.5 വർഷം എല്ലാം വിട്ടെറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുമ്പോട്ടൊരു ഭാവിയില്ല, ഒരു ജീവിതമില്ല, ഒന്നുമില്ല. ഇരുളടഞ്ഞ് കിടക്കുക അവിടെ ഭാവി ജീവിതം. നമുക്കൊക്കെ ഞാൻ പറഞ്ഞ ചെറിയൊരു വർത്തമാനം കേട്ടാൽ നമ്മൾ പേടിച്ചു, ഭയപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ തോമസിനെ കുറ്റം പറയും, പത്രോസിനെ കുറ്റം പറയും, മറിയേയും കുറ്റം പറയും. അവരങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും മെച്ചമല്ല. എല്ലാ മനുഷ്യനെ ഹൃദയം ഒരുപോലെ മരഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. ഞാനായിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ പറയുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ആ സാഹചര്യത്തിൽ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള എന്നാൽ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ജനത ഉണ്ടാകും. ഇപ്പം നിനക്ക് വിശ്വസിക്കാൻ കഴിയാതിൻ്റെ കാരണം പുനരുത്ഥാന ശക്തിയിൽ വന്നിട്ടില്ല. നമ്മുടെ ക്രെഡിറ്റ് അല്ല, കർത്താവ് നമ്മളെ കണ്ടിരുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-8-9 വാക്യങ്ങൾ വായിക്കാം. പ്രയോഗിക്കുന്ന, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും. നമ്മളാരും കർത്താവിനെ കണ്ടിട്ടില്ല. നമ്മളാരും യേശുവിനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ വിശ്വസിക്കുകയാണ്, വചനത്തിൽ വിശ്വസിക്കുകയാണ്. അവർ ഇത്രമാത്രം സംശയം പ്രകടിപ്പിച്ച് എഴുതിയ വിഷയം നമുക്ക് അത് സത്യമാണെന്ന് മനസ്സിലായി. അന്ന് അവർ എല്ലാവരും ആമേൻ പറഞ്ഞ് മാറി നിൽക്കല്ലേ. യേശു എഴുത്തുന്ന മറിയ പറഞ്ഞപ്പോൾ ആമേൻ പറഞ്ഞ് മാറി നിൽക്കല്ലേ ചെയ്ത്. അവർ സംശയിച്ച് ഓടി വന്ന് നോക്കി, മടങ്ങിപ്പോയി, വിശ്വസിച്ചില്ല. പല ആവർത്തി പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് 40 ദിവസം പല ആവർത്തി ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവൻ ജീവിച്ചിരിക്കുന്നു തെളിയിച്ചു കൊടുത്തിട്ട് ഒരു മനുഷ്യൻ സ്വർഗ്ഗാരോഹണം ചെയ്തത്. അതാണ് സന്ദേശം. അപ്പോൾ ഈ സന്ദേശം ഇവിടെ വായിക്കുമ്പോൾ, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പത്രോസ് ലേഖനം എഴുതി പറയുക, അവിടെയുള്ള ക്രിസ്ത്യാനോട് പറയുക, മൊത്തമായിട്ട് ക്രിസ്ത്യാനോട് പറയുക, നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ, ഞങ്ങൾ സുവിശേഷം പറയുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഒരുക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ കണ്ടത് പറയുന്നത് ബോഷ്കല്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളവനെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ നിന്നെ ജഡത്തിൽ കണ്ടിട്ടില്ല, നീ ഉയർക്കപ്പെട്ടവനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എങ്കിലും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. കാരണം ഇത്രമാത്രം ഒരു സ്നേഹം മറ്റൊരിടത്തുമില്ല. നീ സ്നേഹിച്ചതുപോലൊരു സ്നേഹം ഒരിടത്തുമില്ല കർത്താവേ. അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചതുപോലൊരു സ്നേഹം ഒരിടത്തുമില്ല. സർവത്തിൻ്റെ ഉടയവനായിരിക്കുന്ന കർത്താവ് ഇതെല്ലാം വെടിഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിച്ച് മൺപൊടികളാകാൻ നമ്മെ ഉയർത്തുവാൻ വേണ്ടി, നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി അവൻ കാൽവരിയിൽ യാഗമായി തീർന്ന സ്നേഹം എത്ര വലുതാണ്. അതുകൊണ്ടാണ്
നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അതാ. ആ സ്നേഹം വേർപെടുത്താത്ത സ്നേഹമാ, നിത്യമായ സ്നേഹമാ. രാത്രിയിലും എത്ര പേർക്ക് പറയാൻ സാധിക്കും, കർത്താവേ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ഏകദേശം ഒരു രൂപമുണ്ട്, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമായ തെളിവാ. നിന്റെ സ്നേഹത്തെക്കാൾ വലിയൊരു സ്നേഹമില്ല. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന പിതാവിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കാൽവരി ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തമൂറ്റി തന്ന യേശുവിൻ്റെ സ്നേഹം, അവനത് ഒരിക്കലും സഹിക്കേണ്ടതായിരുന്നില്ല. നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നമ്മളെ ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുവാൻ, നമ്മുടെ ഗതികൾക്ക് മാറ്റം വരുത്തി അനുഗ്രഹിക്കാൻ വേണ്ടിയാ കർത്താവ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവനോടുകൂടെ നമുക്ക് സകലം നൽകാതിരിക്കുമോ? ഇന്ന് രാത്രി നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും യേശു പരിഹാരം നൽകും. ഇന്ന് രാത്രിയിൽ കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യമില്ല. നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. രക്ഷയുടെ സന്തോഷം, വരാൻ പോകുന്ന വലിയ ആത്മരക്ഷ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നുള്ള പ്രത്യാശ, ഇതൊക്കെ ഓർത്തുകൊണ്ട് അന്നത്തെ ക്രിസ്ത്യാനികൾ സന്തോഷിപ്പാനിടയാതെ വന്നു. ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് ആ സന്തോഷമില്ല. ഇന്നത്തെ വിശ്വാസികൾക്ക് ഭൗതിക വിഷയങ്ങളുടെ ബന്ധത്തിൽ ഒന്ന് നേരെ തലന്നുയർത്തിട്ട് വേണ്ടേ ഉയരത്തിലേക്ക് നോക്കാൻ വേണ്ടിയല്ലേ? രാത്രിയിൽ നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഉയരത്തിലേക്ക് നോക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ സമയമായി, നമ്മുടെ ഭാരങ്ങൾ തീരാൻ സമയമായി, നമ്മുടെ വേദനകൾ തീരാൻ സമയമായി. വെറുതെ പറയുന്നതല്ല. അതെ, നാം കണ്ടിട്ടില്ലെങ്കിൽ നാം വിശ്വസിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ ഇപ്പോഴുള്ളതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം മാറ്റം വരും. ഒന്നും നമ്മളെ കർത്താവ് ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഏത് പ്രശ്നമാകട്ടെ, ഏത് വിഷയമാകട്ടെ, ദൈവം അതിന്മേൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചു ഭാഗ്യമാണ്. കാണാതെ വിശ്വസിച്ച ആരാണ്? അന്നുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും കാണാതെ വിശ്വസിച്ചതല്ല. യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ എല്ലാവരും യേശുവിനെ അവൻ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് വന്നു. അവരാണ് 120 പേരുള്ള സംഘമായി കൂടി വന്ന ഏകദേശം 500-ലധികം ആൾക്കാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അകാലപ്രജ പോലുള്ള പൗലോസിൻ്റെയും പ്രത്യക്ഷപ്പെട്ടു. അതെ, നമുക്കും നമ്മുടെ ആത്മാവിൽ ക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ അത് ഉള്ളതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവൻ വന്നതിന് ശേഷമാണ് ഈ ഒരു ഇതിലേക്ക് വരുവാനിടയായിട്ടുള്ളത്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം. ലോകത്തെ ജയിക്കുന്നതാണ് വിശ്വാസം. ലോകത്തെ ജയിച്ച വിശ്വാസം, അവനെ വിശ്വസിപ്പാൻ ദൈവം. ലോകത്തിൻ്റെ കള്ളക്കഥകൾ, ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ വിട്ട് നമുക്ക് യേശുവിനെ വിശ്വസിപ്പാൻ അറിയാത്തുണ്ടല്ലോ. ലോകം പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന്, മോഷത്വമാണെന്ന്. യേശു എന്നുള്ളത് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അവൻ മരിച്ചു എന്നുള്ളത് അറിയത്തില്ല, അവൻ ഉയർത്തെഴുന്നേറ്റം എന്നുള്ളത് അറിയത്തില്ല എന്നൊക്കെ ലോകം പഠിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ കള്ളക്കഥകളെ ജയിച്ച് നമുക്ക് യേശു വിശ്വസിപ്പാൻ ദൈവം ഭാഗ്യന്നതിനായി സ്തോത്രം. എന്ന് പറയുകയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോളം നമുക്ക് എന്തുണ്ടാകും? സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. ദിവസങ്ങളിൽ ജീവൻ സമൃദ്ധിയാകുവാൻ വേണ്ടി, അതെ, നാം കഴിഞ്ഞ നാളിൽ കണ്ടതിനെ, കേട്ടതിനെ, വായിച്ചതിനേക്കാൾ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ തിരുവെഴുത്തുകളെ വായിച്ച് ധ്യാനിക്കണം. അവർ വായിക്കുന്ന അനേകം അടയാളങ്ങൾ ചെയ്തു യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്ത. എന്നാൽ യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് 24-25 വാക്യങ്ങളോട് ഇതിനകത്ത് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് 21-25 പറഞ്ഞിരിക്കുന്നത് യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങിയില്ല എന്ന് നിരൂപിക്കുന്നു. പറയാണത് ഒരുപാടുണ്ട്, എല്ലാം എഴുതാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് തീരണമെന്ന് വിചാരിച്ചതാ, നിർത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ തീരുന്നില്ല. കാരണം യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ തീർക്കാൻ കഴിയത്തില്ല. ആമേൻ പറഞ്ഞ് തീർക്കാൻ കഴിയത്തില്ല. രാത്രിയിൽ നമുക്ക് ദൈവത്തോടെ കർത്താവേ, ദൈവത്തിനായ ക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നമുക്ക് ജീവൻ ലഭിച്ചു. സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനെടുക്കപ്പെടുവാൻ സമൃദ്ധിയുള്ള ഒരു ക്രിസ്തു നയിപ്പാൻ ദൈവത്തിൻ്റെ ഐശ്വര്യമായ ആ പോഷണം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം നൽകട്ടെ. നമ്മളെ പോഷിപ്പിക്കുന്ന കർത്താവിൻ്റെ വചനം നമുക്ക് സുവിശേഷങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങളോടൊക്കെ നമുക്ക് ലഭിക്കുന്നല്ലോ. വേദസ് വായിക്കും തോറും ഇതിനകത്ത് മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകും തോറും
ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അവരുടെ നാമത്തിൽ നിങ്ങൾ ഉണ്ടാകേണ്ടത് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. ഇത് വായിക്കും തോറും ഈ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. ഈ പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ 20ാമത്തെ ക്ലാസ്സിൽ ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ 21ാം അധ്യായത്തിലെ 3ാമത്തെ സംഭവമാണ് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന 3ാമത്തെ സംഭവമാണ്. 21 മുതൽ അതിൻ്റെ 14 വാക്യങ്ങളാണ് തുറന്നു പറയുന്നത്. ഇത് ഒരൊറ്റ ഭാഗം മാത്രം വായിച്ച് ഞാൻ നിർത്താം. എഴുതിക്കുന്ന അതിനുശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ ജീവിതമായിരുന്നു. ഈ ശിഷ്യന്മാരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. എന്താണെന്നറിയാവോ? അതുവരെ അടച്ചിരുന്ന മുറിക്കകത്തായിരുന്നെങ്കിൽ ഇവര് വെളിയിൽ വരാൻ ഇടയാത്തുന്നു. രാത്രിയിൽ അടച്ചിരിക്കുന്ന മുറിയിലിരിക്കുന്ന ചെറിയ വെളിക്കൊണ്ടാൻ കഥ പോവുകയാണ്. 21 അധ്യായത്തിൻ്റെ അതിനുശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ ശിഷ്യന്മാർ. അപ്പോൾ ആദ്യം ഇവരെവിടെയായിരുന്നു? 2 സന്ദർഭങ്ങളിൽ ഇവര് പേടിച്ച് വിറച്ച് അവർ വെളിയിറങ്ങാതിരിക്കുകയായിരുന്നെങ്കിൽ 21ാം അധ്യായം കാണിക്കുന്നത് യേശു എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വിശ്വാസം വർദ്ധിച്ചു. അവർക്ക് മനസ്സിലായി നിങ്ങൾ വെളിയിലിറങ്ങിയാൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവരെ തിബരിയോസ് കടൽക്കരയിൽ വെച്ച് കണ്ടത്. അപ്പോൾ കർത്താവ് വരുന്നത് വെറുതെയല്ല, ദൈവം സംസാരിക്കുന്നത് വെറുതെയല്ല. ഇവിടെ എങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ വായിച്ചത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. 21 അധ്യായത്തിൽ അതിന് ശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷമായി. ഇതിനു മുമ്പുള്ള 2 സന്ദർഭങ്ങളിലും അവരെ മുറിക്കകത്ത് വെച്ചാൽ കർത്താവ് കണ്ടത്. കാരണം എന്താ? പേടിയായിരുന്നു. എന്നാൽ കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, യേശു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ വെളിയിൽ കൊണ്ടുവന്നതുപോലെ ദിവസങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ കർത്താവ് വെളിയിൽ കൊണ്ടുവരും. കർത്താവിൻ്റെ സമയമായി. അതുകൊണ്ട് എന്നും നീ അടച്ചിട്ട മുറിയിരിക്കാനല്ല, എന്നും നീ ഭാരമനുഭവിക്കാനല്ല, എന്നും നീ വേദന അനുഭവിക്കാനല്ല, അതെ എന്നും നീ അസ്വസ്ഥപ്പെട്ട് നീ ഒറ്റപ്പെട്ടു പോകാനല്ല. യേശു നമ്മളോട് സംസാരിക്കുന്നത് നമ്മെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാ. ഈ ശിഷ്യന്മാരിൽ 7 പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തിബരിയോസ് കടലിൽ വന്നത്. അപ്പോൾ അവിടെ അടച്ചിട്ട മുറിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ വെളിയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ വെളിയിൽ കൊണ്ടുവരും. അവൻ നമ്മളോട് സംസാരിക്കുന്ന സമാധാനം തന്നെ നമ്മെ വെളിയിൽ കൊണ്ടുവരാൻ, പ്രത്യക്ഷപ്പെടുത്തുവാൻ, വെളിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന എല്ലാ വേദനകളും എല്ലാ ഭാരങ്ങളും എല്ലാ നിരാശകളും മാറി രാത്രി കരമുയർ ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവേ നിന്റെ സ്നേഹം എത്ര വലുതാ, ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കും തോറും നിന്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കും തോറും ഞങ്ങളുടെ ഭയം മാറുന്നു. ഞങ്ങൾക്ക് ആത്മാവിൻ്റെ ജീവൻ ധാരാളമായി സമൃദ്ധിയായി ഞങ്ങൾ ഇതിലുണ്ടാകുന്നു. ഞങ്ങളുടെ ഭയം മാറി ദിവസങ്ങളിൽ വെളിയിൽ വരാനുള്ള ദൈവകൃപ നൽകുന്നു. അതെ, അവരെ പിന്നീട് കർത്താവിൻ്റെ കൃപയാൽ അവർ ശക്തന്മാരായി തീരുവാൻ വേണ്ടിയുള്ള പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് അവർക്ക് കൊടുത്തത്. അത്രമാത്രം ഭയം. നമുക്കറിയാം, സ്ട്രെസ്സ് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറത്തില്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറത്തില്ല. സംഭവമുണ്ടായി മനുഷ്യൻ്റെ മനസ്സ് സ്ട്രെസ്സിൽ അകപ്പെട്ടാൽ വേഗത്തിൽ മാറത്തില്ല. അത് ചില കാലങ്ങൾ കൊണ്ടുണ്ടായതാ. അത് മാറണമെങ്കിൽ ചില സമയമെടുക്കും. യേശു വന്ന ഒറ്റ സമയം സംസാരിച്ചുകൊണ്ട് പേടി മാറിയില്ല. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഒറ്റ നിമിഷം കൊണ്ട് വിടുതൽ കിട്ടാത്തെന്ന് ചിന്തിക്കും. കർത്താവ് ഒന്ന് സംസാരിച്ചിട്ട് പോലും അവിടെ പേടി മാറിയില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വചനം കേട്ടു, ഒരാൾ പറഞ്ഞു, നമുക്ക് അന്നേരം ഒരു അല്പാശ്വാസം കിട്ടും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിന്നെയും ആ വിഷയം ഉണ്ടാകും. ആദ്യത്തെ സംഭവത്തിൽ അവർ പേടിച്ചിരുന്നു. യേശു കൈയും വിലാപ്പും എല്ലാം കാണിച്ചു, എന്നിട്ട് ഇവർ പേടിച്ചിരിക്കുക. മനസ്സിലായോ? ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വേഗത്തിൽ അങ്ങ് മാറത്തില്ല. എന്നാൽ അത് മാറും. അത് അല്പാൽപ്പായിട്ട് മാറും. ഇവിടെ നിരാശപ്പെട്ട് കടുത്ത നിരാശയിൽ, ദുഃഖത്തിൽ, ഡിപ്രഷനിലായിരുന്ന ഈ ശിഷ്യന്മാരെ ദൈവം എന്ത് ചെയ്തു? പടിപടിയായി വെളിയിൽ കൊണ്ടുവന്നതുപോലെ ദിവസത്തിൽ കർത്താവ് വെളിയിൽ കൊണ്ടുവരും. അല്ലാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവ് വന്ന് നിങ്ങളെല്ലാം വിഷയം മാറിയെന്നല്ല. അത് നമ്മളെ കാണിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളാണ്. രോഗങ്ങൾ മാറും കേട്ടോ, വേദനകൾ മാറും, നിരാശകൾ മാറും. അതെ, ഒരുപക്ഷെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് മാറിക്കാണത്തില്ല, ഒരു ഉപവാസം കൊണ്ട് മാറിക്കാണത്തില്ല. യേശു വന്ന് ആദ്യത്തെ സംസാരിച്ചപ്പോൾ അന്ന് ശിഷ്യന്മാരുടെ വേദന അവരുടെ ഭയം മാറിയില്ല. രണ്ടാമത് സംസാരിച്ചപ്പോൾ അവിടെ ഭയം മാറി. മൂന്നാമത് നമ്മളവരെ കാണുന്നത് തിബരിയോസ് കടൽക്കരയില്ല. അങ്ങനെയാണെങ്കിൽ പടിപടിയായി ക്രിസ്തുവിൻ്റെ സന്ദേശം കേൾക്കും തോറും നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നു. നമ്മളെ വെളിയിൽ കൊണ്ടിരുന്നു. അവൻ്റെ സമയത്ത് നമ്മെ വെളിപ്പെടേണ്ട സ്ഥലത്ത് വെളിപ്പെടുത്തും. കരമുയർത്തി സ്തോത്രം ചെയ്യാം വചനങ്ങളാൽ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവം വെച്ചാൽ 21ാം അധ്യായം നാം ചിന്തിക്കുന്നതായിരിക്കും. സമയം കിട്ടുമ്പോൾ അനുസരിച്ച് നാം ചിന്തിക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്കൊരിക്കൽ കൂടി കർത്താവ് നന്ദി പറയാം. കർത്താവേ, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുതൽ, അത് എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം, അത് പടിപടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സന്ദേശം കേൾക്കുന്നവർ പെട്ടെന്ന് എന്താ നമ്മുടെ വിഷയം പരിഹരിക്കപ്പെടും? ചില വർഷങ്ങളായിട്ട് വിഷയങ്ങൾ കിടക്കുകയല്ലേ, ഭയപ്പെടണ്ട.
ദൈവത്തിൻ്റെ സമയമുണ്ട് കേട്ടോ. ശിഷ്യന്മാർ വീഴ്ത്തപ്പെട്ട ക്രിസ്തുവിനെ കണ്ടവരുടെ ഭയം പെട്ടെന്ന് മാറിയില്ല, അവരോട് സമാധാനമായിട്ട് മാറിയില്ല. രണ്ടാമത്തെ പ്രാവശ്യവും അവരെ അടച്ചിട്ട മുറിയിലാണ് കാണുന്നത്. എന്നാൽ അവരുടെ പ്രശ്നം മാറി, അവർ വെളി വന്നതുപോലെ ദൈവം നമ്മളെ വെളിയിൽ കൊണ്ട് ജയാളികളാക്കി നിർത്തും. അവരുടെ സാക്ഷ്യത്തിന് വേണ്ടി നമ്മളെ നിർത്തും. നമ്മൾ ദൂത് കൈമാറുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കണമേ എന്ന് വിജയമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.